നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം തേടി നിന്റെ അപേക്ഷയിൽ ഒരുവൻ ഉപേക്ഷിതയായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കനികളുടെ രാജ്ഞിയായ കനികെ, ദയയുള്ള മാതാവേ, വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു. ലഭിച്ച കണ്ണുനീർ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ദയാധിപത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിഞ്ഞാമേ. മിശിഹ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവികാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. വിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വൻമലയെ ദൂരത്തകറ്റാം. അനുദിന ക്ലേശങ്ങളാം പർവ്വതങ്ങളെ വിശ്വാസ നിറവാൽ ജയിക്കാം. അസാധ്യമായൊന്നുമില്ല. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കാണപ്പെടാത്തവ കൺമുൻപിലിന്നപ്പോൾ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിയിടും ദൈവം. പ്രാർത്ഥന കേട്ടിടും തീർച്ച. അവിശ്വാസിയാകാതെ മകനെ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു.
ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഈ മിസിയോ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, നാലാമത്തെ നിത്യസത്യമായ വിശ്വാസ പ്രത്യുത്തരം എന്ന നിത്യസത്യത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ എല്ലാവരെയും അങ്ങേ ആത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. വിശുദ്ധിയോടുകൂടെ വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ മിസിയോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്ററായ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെയും ഈ കൂട്ടായ്മയെ തീക്ഷ്ണതയോടെ നയിക്കുന്ന ആലീസ് കുട്ടി ആന്റിയെയും മിസിയോ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങേ വചനം സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഇന്നത്തെ കൂട്ടായ്മയെ വിജയപ്രദമാക്കാൻ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും അപേക്ഷകൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കേണ്ടതിന് നാം നൽകേണ്ട പ്രത്യുത്തരമാണ് വിശ്വാസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത് മിസിയോ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന റെസ്പോൺസ്. ഈ 1 മണിക്കൂർ നേരം നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് ജപമാല രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചത് ലൈസ ചേച്ചിയും കുടുംബവുമാണ്. ചേച്ചിക്കും കുടുംബത്തിനും ഒത്തിരി നന്ദി. മനോഹരമായ ഒരു ഗാനത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ചൈതന്യം വർദ്ധിപ്പിച്ചത് ജോമിയാണ്. ജോമിക്കും ഒത്തിരി നന്ദി. ജീവന്റെ വചനം വായിച്ചും പ്രാർത്ഥിച്ചും നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തിയത് ഷേർലി ചേച്ചിയാണ്. ചേച്ചിക്കും ഒത്തിരി നന്ദി. കൃപ നിറഞ്ഞ നിമിഷങ്ങളിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസിയോ പാട്രിനും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മെ ആശീർവദിക്കുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ജൂബി പീറ്റർ അച്ഛനാണ്. അച്ഛനെയും ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മിസിയോ കൂട്ടായ്മയുടെ എല്ലാമായ ആലിസൂട്ടി ചേച്ചിയെയും പ്രിയങ്കരനായ ടോമിച്ചൻ ചേട്ടനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിസിയോ മെന്റേഴ്സ്, മിസിയോ കോർഡിനേറ്റേഴ്സ്, വചനപ്രഘോഷണം എന്ന മഹാദൗത്യം ഏറ്റെടുക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഈ കൃപ നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി വിശ്വാസ പ്രത്യുത്തരം എന്ന നിത്യസത്യത്തെക്കുറിച്ചുള്ള പ്രൊക്ലമേഷൻ ആണ്. പ്രൊക്ലമേഷൻ ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നുള്ള ജോർജ് പട്ടേലിൽ ചേട്ടനാണ്. ജോർജ് ഏട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 7 നിത്യസത്യങ്ങളിലെ 4ാമത്തെ സത്യമായ വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റി നമ്മൾ ഇന്ന് ഏതാനും നിമിഷങ്ങൾ ധ്യാനിക്കുമ്പോൾ, എന്താണ് വിശ്വാസ പ്രത്യുത്തരം, എന്താണ് വിശ്വാസം, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശോയെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ വിശ്വാസ പ്രത്യുത്തര മേഖലയിൽ കൂടെ ഇച്ചിരി നേരം ഒരു ധ്യാനത്തിന്റെ അരികിൽ കൂടെ മുന്നോട്ട് പോകാം. ഈശോ ഗാഗുൽത്തായിൽ നമുക്ക് വേണ്ടി ഒരു സ്വയം ബലിയായി മാറി. അദ്ദേഹം വന്ന് നേടിയെടുത്ത ആ രക്ഷ, നിത്യരക്ഷ നമുക്ക് എങ്ങനെ കരതമാക്കാം, സ്വായത്തമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ അല്പ നിമിഷങ്ങൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഈ രക്ഷ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നത്? ഈശോയിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് അധരം കൊണ്ട് ഏറ്റുപറയുക.
വിശ്വാസം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വാസം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ രക്ഷ സാധിച്ചു കഴിഞ്ഞ ആ രക്ഷ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നതിനായി യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഫലമായി ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് നമ്മളുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസം വഴി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മിശിയോ 7 സത്യങ്ങള്, നിത്യസത്യങ്ങള് പഠനത്തിന്റെ മേഖലയിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ 14-ാമത്തെ ബാച്ചിലും പിന്നെ 15-ാമത്തെ ബാച്ചിൽ തുടർന്നപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കേരളത്തിലെ തൃശ്ശൂർ കറുകുറ്റിയിലുള്ള നടത്തിയ സ്റ്റേ ഇൻ റിട്രീറ്റ്, താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനും ഇതേക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ ലഭിക്കുവാനും സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ മേഖലയിൽ ഒരു നല്ല അനുഭവമായിരുന്നു. അത് നമുക്ക് ഇത്തിരി നേരം പങ്കുവെക്കാം. വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:31 പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ നമ്മളെല്ലാവരും ഓടുന്നത് നമ്മുടെ ഓട്ടവും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 31 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീ ഈ ലോകം മുഴുവൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് ഒരു പ്രയോജനം കിട്ടാനില്ല. നമ്മൾ എന്തേറെ കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ എല്ലാം ഏക ലക്ഷ്യം നമ്മുടെ ആത്മാവിന്റെ രക്ഷയായിരിക്കണം, നിത്യതയിലേക്കുള്ള യാത്രയായിരിക്കണം. അപ്പോൾ അതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മേഖലയിലേക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള പശ്ചാത്താപബോധത്തോടെ പരിഹാരം ചെയ്തുകൊണ്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്ന, കുരിശിൽ നേടിയെടുത്തിരിക്കുന്ന ആ നിത്യരക്ഷ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കണം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസ പ്രത്യുത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഹെബ്രായരുടെ പുസ്തകം 11:6 പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ വിശ്വാസം എന്താണ്? നമ്മൾ വചനത്തിന്റെ മേഖലയിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശ്വാസത്തിന്റെ പിതാക്കന്മാരെ നമുക്ക് വചനങ്ങളിൽ കൂടെ കാണാൻ പറ്റും. എബ്രഹാമിന് ഉണ്ടായിരുന്ന അതിശക്തമായ വിശ്വാസം. ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു സാധ്യതയുമില്ലായിട്ട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ വിശ്വസിച്ച എബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഇസ്ഹാക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇസ്ഹാക്കിൽ കൂടെ തന്നെ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ ഒരുപാട് നക്ഷത്രങ്ങളെ പോലെ നിനക്ക് കുഞ്ഞുങ്ങളെ നൽകുമെന്ന് അറിയിച്ച ദൈവത്തിൽ വീണ്ടും എബ്രഹാം വിശ്വസിച്ചപ്പോൾ എബ്രഹാമിനെ ബലികഴിക്കാൻ വേണ്ടി ദൈവം ആവശ്യപ്പെട്ടെങ്കിലും എബ്രഹാമിന്റെ ചങ്ങന നേരെ കത്തി പായുന്ന നിമിഷങ്ങളിൽ എബ്രഹാമിനെ അറിയാമായിരുന്നു ഇതിന് ശേഷവും ദൈവം അദ്ദേഹത്തിന്റെ വാഗ്ദാനം നിറവേറ്റും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ വചനത്തിൽ കൂടെ പോകുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മൾ ഈ വചനം നമ്മുടെ നിത്യരക്ഷയ്ക്ക് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്നുവെച്ചാൽ തളർവാദ രോഗിയെ കട്ടിലിൽ എടുത്തുകൊണ്ട് വന്ന കുറെ വിശ്വാസികൾ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തികളുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈശോ ആ തളർവാദ രോഗിയെ ഉയർപ്പിച്ചു വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാരണവശാലും അവളുടെ മകൾക്ക് സൗഖ്യം കിട്ടിയല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ കൂടി ആദ്യ നിമിഷങ്ങൾ കടന്നുപോയെങ്കിലും അവൾ അതിശക്തമായിട്ട് വിശ്വസിച്ചു, ഈ രക്ഷകനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവനോട് ഞാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ കുഞ്ഞ് രക്ഷ പ്രാപിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 10:17 പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകം വെച്ച് കിട്ടുന്ന വാഗ്ദാനങ്ങളുടെ പിന്നാലെ നമ്മുടെ കാതുകൾ പായിക്കാതെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തിന്റെ മേഖലയിൽ കൂടെ കടന്നുപോയവരുടെ സംസാരങ്ങൾ, യേശുക്രിസ്തു അധിഷ്ഠിതമായിട്ടുള്ള പ്രഘോഷങ്ങൾ നമ്മൾ ശ്രവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചാണ്, ഇച്ചിരി വലിയ സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് എനിക്കൊരു മോളുകുട്ടി ഉണ്ടായി, ലെനിക്കുട്ടി. ലെനിക്കുട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് തന്നതാണ് മാതാവ്. ലെനിക്കുട്ടി ഉണ്ടായ വളരെ മിടുക്കിയായിട്ട് വീട്ടിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാടി മലയാളം ഭാഷയിൽ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുത്തുകൊണ്ട് പള്ളിയിൽ ഒരു നല്ല മിടുമിടുക്കിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് 6 വയസ്സായപ്പോഴത്തേനും അവൾക്ക് ഒരു ഭയപ്പാടിൽ നിന്ന് ഉളവായതാണ് എൻസെഫലിറ്റീസ് എന്ന് പറയുന്ന രോഗം പിടിപെടുകയും അവിടെ ബ്രെയിൻ ഒരുപാട് ഡാമേജ് ഉണ്ടാകുകയും സീഷർ രോഗം, സന്നിജോഗം ഇങ്ങനെ നിരന്തരം അവിടെ ആക്രമിക്കുകയും ചെയ്തപ്പോഴത്തേനും യോങ്കേഴ്സിലെ തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അവിടെ രക്ഷയില്ല, അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അവിടെയും രക്ഷയില്ല. ലോകത്തുള്ള എല്ലാ ന്യൂറോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല
ചികിത്സ കിട്ടുന്ന ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിലോട്ട് തന്നെ ഞങ്ങൾ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെയും കൊച്ചിന് ഈ സീഷർ ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രീതിയിൽ ഡോക്ടർമാർക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാനും ലിസിയും കൂടെ കൊച്ചിന്റെ കട്ടിന്റെ തലക്കിലിരുന്നുകൊണ്ട് അന്ന് ഞാൻ വിശ്വാസത്തിലോട്ട് ഇങ്ങനെ വരുന്ന ഭാഗമാണ്. അപ്പോൾ അധികം പേരൊന്നും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടില്ല പ്രാർത്ഥന മേഖലയിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചു. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിശ്വാസങ്ങൾ വചനത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസിച്ച് ഞാനും ലിസിയും കൂടെ കൊച്ചിന്റെ കട്ടിലിന്റെ തലക്കിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, യോമാലയിൽ പ്രാർത്ഥിച്ച്. പക്ഷെ അവസാനം ഓരോ ദിവസവും കൊച്ചിന്റെ ഈ ആരോഗ്യം വഷളായി വന്നുകൊണ്ടിരിക്കുകയാണ്. മിടുമിടുക്കിയായിട്ട് പൂമ്പാറ്റ് പോലെ ഓടിച്ചാടി നടന്നൊരു കൊച്ച് 37ാമത്തെ ദിവസം അതിശക്തമായിട്ടുള്ളൊരു സീഷർ വന്നുകൊണ്ട് കൊച്ച് കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്യാണ്, തളർന്നു പോവുകയാണ്. അന്ന് പീഡിയാട്രീഷ്യനും ന്യൂറോളജിസ്റ്റും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി നിങ്ങളുടെ കൊച്ച് ഒരിക്കലും ഏറ്റു നടക്കുകയാൽ ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങള് അത് കേട്ട് ലിസി ഇങ്ങനെ ഇടിവെട്ടിയായിട്ട് പോലെ നിൽക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന ജോമാല എടുത്തുകൊണ്ട് മാറി എന്ന് പറഞ്ഞു, ഈശോയെ അങ്ങാണല്ലോ പറയുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 വൈദ്യനും അല്ല, എൻ്റെ വചനമാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഞാൻ മാറി എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ പരിപൂർണമായിട്ട് അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുകയാണ്, അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ കൊച്ചിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തു പോകുള്ളൂ, അല്ലാതെ സ്ട്രെച്ചർ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് പോവുകയില്ല. അന്ന് രാത്രി ഞാൻ പിന്നെ വന്ന് എൻ്റെ ആൺപിള്ളേരുടെ ഹോംവർക്കൊക്കെ നോക്കിയിട്ട് രാത്രിയിൽ 15 ഇഞ്ച് മഞ്ഞ് പെയ്യുന്ന ന്യൂയോർക്കിലെ ഈ ഹില്ലി ഏരിയയിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഐസിയുയിൽ പോലും പിന്നെ കൊച്ചിനെ കണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ അവിടെ കിടത്തിട്ട് ഒരു കാര്യമില്ലെന്ന് ഓർത്തുകൊണ്ട് അവർ മാറ്റിയെന്ന് ഞാൻ ഓർത്ത് കാണും. പക്ഷെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ മുറിയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോഴത്തേനും ചാച്ചേ എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. കട്ടിലേറ്റിരിക്കുന്ന എന്റെ മോളൂട്ടി, അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ലിസി, അവളുടെ അമ്മ. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കൃത്യം 12 മണി ആയപ്പോഴത്തേനും കൊച്ചു ചാടി എഴുന്നേറ്റ് അമ്മയെ ബ്രഷ് എടുത്ത് എനിക്ക് സ്കൂളിൽ നാളെ പോകണമെന്ന് പറഞ്ഞു. ഉടനെ ലിസി ഓർത്ത് കൊച്ചു മരിച്ചു പോകാൻ പോകാണെന്ന്. അമ്മ ഒരു കാരണവശാലും ഇവിടെ കൊണ്ടുപോകല്ലോ, ഏത് കണ്ടീഷൻ ഞാൻ ഇവിടെ നോക്കിക്കോളാമെന്ന് അവള് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മോളൂട്ടി പിന്നെ പറയണം, അമ്മ എന്നെ നോക്ക്, ഞാൻ കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്തെങ്കിലും ഈശോ വന്ന് എന്നെ തൊട്ടുണർത്തിയെന്ന് പറഞ്ഞ് കൃത്യം 12 മണി നേരത്ത് ഈശോ വന്ന് എന്റെ കൊച്ചിനെ തൊട്ടുണർത്തി. ലിസി ചോദിച്ചു, മോളെ നിന്നെ ഏത് ഈശോയെ തൊട്ടേക്കണേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ കുരിശ് വരയ്ക്കുന്ന ഞങ്ങളുടെ ഈ കരുണയുടെ ഈശോയുടെ ഇവിടെ നിന്നാണ് ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നത്. അമ്മേ, നമ്മൾ കുരിശ് വരയ്ക്കുന്നിടത്തെ ആ ഈശോ തന്നെയാണ് വന്ന് എന്നെ തൊട്ടത്. പിറ്റേ ദിവസം ഇനി ഒരിക്കലും ഈ കുട്ടി ഏറ്റു നടക്കരുതെന്ന് പറഞ്ഞാൽ അതേ മുറിയിലേക്ക് തന്നെ ഈ ന്യൂറോളജിസ്റ്റും പീഡിയാട്രീഷ്യനും വരാൻ സാധിച്ചു. ഇതൊരു വലിയ മഹാ അത്ഭുതമാണെന്ന് അവരവിടെ പറഞ്ഞു. അപ്പോൾ ആ വിശ്വാസം, എൻ്റെ വിശ്വാസം, എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസം, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ കൊച്ചിനെ വളരെ മിടുക്കിയായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ സ്കൂളിൽ പോയി അവള് പഠിച്ചു, അവള് ടീച്ചറാകുന്നു. അത് ഒരു വശം. അപ്പോൾ ഞാൻ പറയുന്ന, അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിനുള്ള ഈ ഒരു പ്രത്യുത്തരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് കരഗതമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് ഇതിന് ചില മേഖലകളിൽ കൂടെ നമുക്ക് പോകണം. ഈ വിശ്വാസം എവിടെ നിന്നാണ്? നമ്മൾ ദൈവത്തിന്റെ ദൈവമായിട്ട് യോജിച്ച് തന്നെ നിൽക്കണം. ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഇതല്ല ഏത് മേഖലയിലും ഉത്തരം തരാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ഈശോ, നമ്മുടെ രക്ഷകൻ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ എവിടെ നിന്നാണ് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പാതയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോഴത്തേനും ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോകേണ്ട അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അതിനെപ്പറ്റി ഒരു അവലോകനം നടത്തണം. അതുപോലെ ലൂക്ക 15:20-24 പറയുന്നുണ്ട്, മുടിയനായ പുത്രൻ തിരിച്ചു വന്നതുപോലെയുള്ള ഒരു തിരിച്ചുയാത്ര നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ നടത്തണം. മുടിയനായ പുത്രൻ വന്നു, പിതാവ് അവനെ കണ്ട് ഓടിച്ചത് കെട്ടിപ്പിടിച്ചു, മോഹൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിനക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്തുകൊണ്ട് നിന്റെ മകനെന്ന് വിളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പിതാവ് അവിടെ ഒന്നും ചോദിച്ചില്ല. പരിഹാരം വിളിച്ചു പറഞ്ഞു, ഇവന് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക, ഇവന് മോതിരവും കാലിൽ ചെരുപ്പ് അണിയിക്കുക, മൃഗത്തിനെ കൊല്ലം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഇമപെട്ടാതെ കണ്ണിലെ കൃഷ്ണമണി പോലും ചലിപ്പിക്കാതെ നോക്കിയിരിക്കുന്ന പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഒരു ആത്മശോധന നടത്തണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയാണ് വിടൽ വന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഓരോ പാപം ചെയ്യുമ്പോഴും മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട്. ആത്മാവും മനസ്സ് ശരീരവുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളോട് സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ, നമുക്ക് നമ്മളെ പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതിലേക്ക് തിരിച്ചു വരണം. സെൽഫ്. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ, ആ കണ്ണികൾ വീണ്ടും ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തോട്,
സമൂഹത്തോടും നമ്മൾ രമ്യപ്പെട്ട് കഴിഞ്ഞ് ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചവും നമ്മളുമായിട്ടുള്ള ബന്ധം, ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഏറ്റുപറയണം. ഇങ്ങനെ ഈ മേഖലകളിലെല്ലാം നമുക്ക് ധ്യാനിച്ച് കിട്ടുന്ന ബോധ്യങ്ങളിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിന്റെ നൂലിഴകളാൽ വീണ്ടും ശക്തിപ്പെട്ട് ബലപ്പെട്ട് കഴിയുമ്പോഴത്തേനും ആ നിത്യരക്ഷയിലേക്ക് നാം പതിയെ പതിയെ നടക്കുകയാണ്. അതിനുള്ള കൃപ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. പാപാവസ്ഥയിലായിരിക്കുന്ന നാം എല്ലാവരും അനുതപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് തന്റെ അനുഭവത്തിലൂടെയാണ് ചേട്ടൻ നമുക്ക് പങ്കുവച്ചത്. നമുക്കും കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. ഇനി നമുക്കൊരു അനുഭവ സാക്ഷ്യം ശ്രവിക്കാം. ഇന്ന് ടെസ്റ്റിമണി ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് യു എസിൽ നിന്നുള്ള ബോബി അടപ്പൂരാണ്. ബോബിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബോബി അടപ്പൂര്. ഞാൻ ഇവിടെ ന്യൂയോർക്കിലാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലുള്ള യാത്രയും പറയാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിലായിരുന്ന് ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രാരംഭ ധ്യാനം കൂടുന്നത് 1987 ഒരു യൂത്ത് റിട്രീറ്റ് അതിൽ പോയി കൂടി. അതിൽ കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഞാൻ ഓർത്ത് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, ഇനി ഞാൻ പഴയ ഭാവത്തിലേക്കൊന്നും പോയില്ല എന്ന്. പക്ഷേ അതിനുശേഷം വീണ്ടും ഞാൻ ഡൽഹിയിൽ തിരിച്ചു പോയപ്പോൾ എനിക്ക് ആ പഴയ കൂട്ടുകാരിലോട്ട് വീണ്ടും പോയി. പക്ഷെ വീണ്ടും 3 വർഷത്തിന് ശേഷം 1990 രണ്ടാമത്തെ ധ്യാനത്തിന് വന്ന് കൂടാനായിട്ട് വീണ്ടും കർത്താവ് ഒരു അവസരം നൽകി. ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോഴും ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഉള്ളില് ഇന്നത്തെ ഈ കുമ്പസാരത്തില്, ഇന്ന് ഞാൻ നടത്തുന്ന ഈ കുമ്പസാരത്തില് എല്ലാം ഈശോയോട് പറയുന്നത് പോലെ വൈദികരുടെ അടുത്ത് കുമ്പസാരത്തില് എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഞാൻ കുമ്പസാരിക്കും, ഒന്നും മറച്ചു വെക്കുകയില്ല. അപ്പൊ ഈ തീരുമാനത്തോടെ ഞാൻ കുമ്പസാരത്തിനായിട്ട് അണയുന്നു. അപ്പോഴും ഞാൻ നോക്കി, എന്നെ അറിയില്ലാത്ത ഒരു അച്ഛൻ്റെ അടുത്ത് വേണം കുമ്പസാരിക്കാനായിട്ട്. അപ്പൊ അച്ഛനെ കണ്ടുപിടിച്ചു, അവിടെ പോയി ലൈനിൽ നിന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ കാരണത്തിൽ അച്ഛൻ എഴുന്നേറ്റ് പോയി. ഞാൻ അറിയുന്ന ആ ഡയറക്ടർ അച്ഛൻ, അഗസ്റ്റിൻ പള്ളിക്കുന്നൻ അച്ഛൻ വന്ന് അവിടെ ഇരുന്നു. അപ്പൊ ഞാൻ വേർക്കാൻ തുടങ്ങി. അച്ഛനോട് എൻ്റെ പാവങ്ങളെല്ലാം എങ്ങനെ ഏറ്റുപറയും? പക്ഷെ എന്നിരുന്നാലും ഞാൻ അവിടെ നിന്ന് മാറിയില്ല. ഞാൻ അവിടെ പോയി മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പൊ അച്ഛൻ എന്നെ ആശീർവദിച്ചു വിട്ടു, ഇതിൽ നിന്ന് മോചനം നൽകി. അവിടുന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കുണ്ടായ അനുഭവം, എൻ്റെ ശരീരത്തിൽ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കർത്താവ് എന്നെ നയിച്ചു. പെട്ടെന്ന് ഞാൻ ചാപ്പലിലോട്ട് തിരിച്ചു വന്നു, ധ്യാനത്തിനായിട്ട് ഇരുന്നു. തുടർന്നുള്ള അനുഭവം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇതുവരെ ഞാൻ മറ്റുള്ളവരെ നോക്കിയിരിക്കുകയായിരുന്നു, മറ്റുള്ളവർ കൈ ഉയർത്തുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, ഭാഷാവൃതം. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പെട്ടെന്ന് ഈ കുമ്പസാരം കഴിഞ്ഞ് അടുത്ത സെഷനിൽ വന്ന് സ്തുതിക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലജ്ജയും നാണവും എല്ലാം മാറി. കർത്താവിൻ്റെ അടുത്തേക്ക് എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തി സ്വർഗത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് പറഞ്ഞ് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിലോട്ട് ഇലക്ട്രിസിറ്റിയിൽ ഞാൻ സ്പർശിക്കുന്നത് പോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരം മുഴുവൻ വന്ന് നിറഞ്ഞതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കി, അവിടെ ഫാനുണ്ടോ, എന്തെങ്കിലും ലൈറ്റ്, ഇലക്ട്രിക് ലൈവ് വയറിൽ വല്ലതും ടച്ച് ചെയ്യണാണോ? അല്ല. വീണ്ടും ഞാൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ ദൈവസ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അനുഭവം വീണ്ടും അതിശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിലോട്ട് വന്നു നിറഞ്ഞു. പിന്നീടുള്ള പ്രാർത്ഥനയിൽ അപ്പൊ എനിക്ക് ഭാഷാപരത്തോട് ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ്. കാരണം ഈ ഭാഷാപരം അത് നമുക്ക് യോജിച്ചതൊന്നുമല്ല. എങ്കിലും പിന്നോട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ, എനിക്കും ഈ പ്രാർത്ഥനാപരം നൽകണമേ എന്ന് പറഞ്ഞ്. തുടർന്ന് കൈവപ്പ് പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയുടെ ഭാഷാപരം കർത്താവ് നൽകി. പ്രാർത്ഥിക്കാനുള്ള വരമായിട്ട് അത് പിന്നീട് എന്നെ ശക്തിപ്പെടുത്തി. ഈ ധ്യാനത്തിൽ ഒരു വചനം എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചതാണ് മത്തായിയുടെ സുവിശേഷം 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് കർത്താവ് നൽകിയത്. എല്ലാവരോടും ക്ഷമിക്കാനും ക്ഷമിച്ചു ചോദിക്കാനും. ഞാൻ എൻ്റെ കുടുംബത്തിലെ 14ാമത്തെ ആളാണ്, മാതാപിതാക്കളുടെ.
അപ്പൊ ഞാൻ ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ എല്ലാവരുടെ അടുത്ത് ക്ഷമ ചോദിക്കണം. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ അടുത്തും പോയി മുട്ടുകുത്തി നിന്ന് അവരുടെ കൈ പിടിച്ച് ക്ഷമ ചോദിച്ച് അതുവരെ ചെയ്ത എല്ലാ അകൃത്യങ്ങളും അവരോട് മാപ്പ് വീഴ്ച പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് അച്ചാച്ചന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. പിന്നീട് വീണ്ടും ഞാൻ പ്രാർത്ഥനയെല്ലാം പങ്കെടുത്തു, തിരിച്ചു വന്നു, വീണ്ടും അച്ചാച്ചന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അച്ചാച്ചനെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ഇതിനോട് ഒരു ഇതുമില്ല, നീ ഏറ്റവും നല്ല കൊച്ചാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന്റെ അനുഭവം എന്നിൽ ഉണ്ടായത് കാരണം എന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അയൽക്കാരുടെ അടുത്ത് ചെന്ന് അവരുടെ കുടുംബത്തിൽ ചെന്ന് അവരുമായിട്ട് എനിക്ക് ഇതൊന്നുമില്ല, എല്ലാവർക്കും എന്നെ സ്നേഹമാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയാവുള്ളൂ. ഞാൻ അവരുടെ എല്ലാം വീടുകളിൽ ചെന്ന് അവരോട് ക്ഷമ ചോദിച്ച് അവരുമായിട്ട് രമ്യതപ്പെട്ടു. അച്ചാച്ചന്റെ അനിയൻ ചിറ്റപ്പൻ, അവരുടെ കുടുംബത്തിൽ എല്ലാവരുമായിട്ട്. അപ്പൊ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു തീജ്വാല കർത്താവ് എന്നെ ജ്വലിപ്പിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവരിലോട്ട് പകർത്തണം. അപ്പൊ വീണ്ടും ഞങ്ങൾ എല്ലാവരും കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പിന്നീട് എല്ലാ ദിവസവും ബലിയർപ്പിക്കാനായിട്ട് ദിവ്യാലയത്തിൽ പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അറിയുന്നത്, എന്നെ കാണുന്ന എൻ്റെ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളത്, ബോബി ഇങ്ങനെ ഒരു ദർശനവരെന്നും പറഞ്ഞൊരിതുണ്ട്, ദർശനം കർത്താവ് നൽകും, ബോബി പ്രാർത്ഥിക്കണം. അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ പിന്നീടുള്ള 3 മാസം പ്രിയപ്പെട്ടവരെ എനിക്ക് ഈശോയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും രാവിലെ ബലിയർപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ ദേവാലയത്തിൽ പോവും. ഇടവക ദേവാലയത്തിൽ അവിടെ ആദ്യം ചെയ്യുന്നത് കുമ്പസാരത്തിൽ അണയുക എന്നതാണ്. കാരണം മത്തായി 5:18 നമുക്കറിയാം, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ ചിന്തിച്ചു കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വലിയ വിശുദ്ധിയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഓരോ ദിവസവും ഓരോ പാപം ചെയ്ത് എന്നും കുമ്പസാരത്തിൽ അണഞ്ഞ് ഈശോയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ദേവാലയത്തിൽ പോയി കണ്ണു തുറന്ന ബലിയിൽ പ്രാർത്ഥിച്ച് തിരിച്ചു വരും. പക്ഷെ എനിക്ക് ഈശോയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ 3ാമത്തെ ധ്യാനത്തിന് പിന്നീട് ഒരു അവസരം ലഭിച്ചു. അതും ഒരു യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള റിട്രീറ്റ് ആയിരുന്നു വാഴക്കുളത്ത്. അവിടെ പോയി കൂടി ആ ധ്യാനത്തില് ആ ബ്രദർ പറഞ്ഞു, ആരാധനയുടെ സമയത്ത് നിങ്ങൾക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുള്ളവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ണടച്ച് ഈശോയെ കാണാനായിട്ട് പ്രാർത്ഥിച്ചത്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ച് കണ്ണു തുറന്ന് ഈശോയെ കാണാനാണ്. പക്ഷെ ആ ബ്രദർ പറഞ്ഞ ആ നിമിഷത്തില് ഞാൻ ഈശോയിലോട്ട് നോക്കിക്കൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച നിമിഷം കർത്താവ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദർശനം നൽകി. അതായത് ഒരു TV സ്ക്രീൻ തെളിഞ്ഞു വരുന്നത് പോലെ തെളിഞ്ഞു വന്നു. നമ്മുടെ കർത്താവ് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു ഭാഗത്ത് നിന്ന് വലതുവശത്ത് ഇങ്ങനെ നടന്നു വരുന്നു. കർത്താവ് നടന്നു വരുന്ന വഴി എനിക്ക് കാണാം. പാത വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ വീതി കുറഞ്ഞ, നമ്മൾ ഈ പാർക്കിലൊക്കെ നടക്കാൻ പോകുന്ന പോലെ ഒരു ഫുട്പാത്ത് കണക്ക് ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ഈശോ ഈശോയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്തേക്ക് വരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഈശോയുടെ പിന്നാലെ മറ്റൊരു വ്യക്തി നടന്നു വരുന്നതായിട്ട് കർത്താവ് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ രണ്ടുപേരെയും കാണുവാണ്. ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ ഫ്രണ്ടിൽ ഈശോ വന്ന് നിന്നു. അത് പാസ് ചെയ്യുവാണ്, ഈശോ പാസ് ചെയ്യണു. പുറകെ വന്ന വ്യക്തി ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ കണ്ടത്, ഈശോയെ പിൻചൊല്ലുന്നതായിട്ട്. അങ്ങനെ ആ ദർശനം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. പിന്നീട് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട ഈശോയെ, അവിടുന്ന് ഹെബ്രായ ലേഖനത്തിൽ 11:8 പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങ് ഇന്നും ജീവിക്കുന്നവനാണെന്ന് അവിടെ നിന്നെ കാണിച്ചു തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ ഈ പാപ വഴികൾ ഉപേക്ഷിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനുമുള്ള വലിയൊരു തീക്ഷ്ണതയും ആഗ്രഹം ലഭിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ദാഹം തോന്നിയത് വചനത്തോടാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് ഈശോയെ അറിയണം. അറിയാത്ത ഒരാളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കാത്ത ഒരാളെ എങ്ങനെ നമ്മൾ സ്വന്തമാക്കും? സ്വന്തമാക്കാത്ത ഒരാളുമായിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കും? അപ്പൊ ഈശോയെ അറിയാനുള്ള അതീവമായ ആഗ്രഹത്തിൽ വചനം വായിക്കാൻ തുടങ്ങി. അന്ന് POC ബൈബിളൊന്നുമില്ല, ഓശാന ബൈബിളാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അതുപോലെ അറിയില്ല. ഞാൻ വായിച്ചു. ഞാൻ ആദ്യം വായിച്ച അപ്പോസ്തല പ്രവർത്തനത്തിലാണ്. അപ്പോസ്തല പ്രവർത്തനം പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ എന്താ ചെയ്തേ? അങ്ങനെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചു, പുതിയ നിയമം വായിച്ചു, വെളിപാട് വരെ. അതിനുശേഷം പഴയ നിയമം സ്റ്റാർട്ട് ചെയ്തു, അത് മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ. ഇങ്ങനെ വചനത്തോട് തീക്ഷ്ണമായൊരു ദാഹവും എല്ലാവരും ഈശോയെ കൊണ്ടുവരുവാനുള്ള ഒരു ആഗ്രഹവും എന്നിൽ സംജാതമായി. അങ്ങനെ കർത്താവിലോട്ടുള്ള ജീവിതം നയിക്കാൻ തുടങ്ങി. ജീസസ് യൂത്തിൽ പോയി കൂടി. ജീസസ് യൂത്തിൽ ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യാണ്ട് കർത്താവ് വിളിച്ചു 1993-94 കാലഘട്ടത്തിൽ. പിന്നീട് എന്നെ അമേരിക്കയിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നേവിയിലെല്ലാം ജോലി ചെയ്തു. പക്ഷെ അവിടെയെല്ലാം കർത്താവിന് കൊടുക്കാനായിട്ട് കർത്താവ് എനിക്ക് വഴികൾ നൽകി. പിന്നീട് ഈ മിസ്സിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പാണ്. ഫ്ലോറിഡയിലുള്ള ഒരു ജോഫി ദമ്പതിമാര്, ജോൺ ദമ്പതിമാര്, അവര് പറഞ്ഞ് മിസ്സിയെ ഞാൻ കൂടി 14ാമത്തെ കോഴ്സിൽ കൂടിയപ്പോൾ എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. അതായത് പൗലോസ് ലീഹ പറയുന്ന ഒരു വചനം 1 കൊറിന്ത്യസ് 9:16,
ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്നെ സ്പർശിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാഷിംഗ്ടൺ DC ഒരു ധ്യാനം കൂടുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? അപ്പൊ അന്ന് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വചനം എഴുതി കാണിക്കുകയാണ്. ആ വചനം ഇത് തന്നെയായിരുന്നു. 1 കൊറിന്ത്യസ് 9:16. ഈ മിസ്യോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ വചനം അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് ഈ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടാണ്. അപ്പോൾ ഈ മിസ്യോയിൽ ഞാൻ 14ാം ബാച്ചിൽ കൂടി അതിൽ അസിസ്റ്റന്റ് ലീഡറായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. വീണ്ടും 15ാം ബാച്ചിൽ കൂടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും നമ്മുടെ ഈശോ ഒരു സ്വപ്നത്തിലൂടെ പറഞ്ഞു ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ 15ൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. 15ലും പാർട്ടിസിപ്പേറ്റ് അതിൽ ലീഡറായിട്ട് ശുശ്രൂഷ ചെയ്തു. 16ാമത്തതിൽ ഇതുപോലെ തന്നെ സംശയം വന്നപ്പോഴെല്ലാം കർത്താവ് വീണ്ടും ഒരു സ്വപ്നത്തിലൂടെ കർത്താവ് മനസ്സിലാക്കി തന്നു അതിൽ ചേരാനായിട്ട്. അങ്ങനെ ഈ ബാച്ചിൽ 17ാമത്തെ ബാച്ചിൽ മെന്ററായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. അങ്ങനെ കർത്താവിനോട് കൂടെ ഒരു യാത്ര ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു. ഈ നമുക്കൊരു സംശയങ്ങളുണ്ട്, വചനത്തോടുള്ള സംശയങ്ങൾ, സഭയോടുള്ള സംശയങ്ങൾ. എൻ്റെ സഭയോടുള്ള സംശയം തീർത്തത് ഒരു ദർശനത്തിലൂടെയാണ്. കർത്താവ് എന്നെ കാണിച്ചു തന്ന ഇതാണ്. അന്ന് 90-ൽ ഞാൻ കാണുന്ന ഒരു പള്ളി, ആ പള്ളിയുടെ ഉള്ളിൽ കർത്താവ് എന്നെ നിർത്തിയിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു, പ്ലേ ഹിയർ. അപ്പൊ എനിക്ക് അന്ന് അത് മനസ്സിലായില്ല, എന്താ കർത്താവ് പറയുന്നത്. നമ്മൾ പള്ളിയിൽ പോയി കളിക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെയാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. ഈശോ എന്നോട് പറയുന്നത് കളിക്കുക എന്നാണ് പള്ളിയിൽ. പിന്നീട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുസഭയിൽ നിന്നാണ് നമ്മൾ ഈ ശുശ്രൂഷകൾ ചെയ്യേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യം കിട്ടിയതോടുകൂടി യേശുവാണ് ഏക രക്ഷകൻ, തിരുസഭയാണ് യേശുവിൻ്റെ ഈ ഭൂമിയിലെ കുടുംബം എന്നുള്ള എക്സ്റ്റൻഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ തിരുസഭയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിനെ അനേകർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് ഇട നൽകി. അമേരിക്കയിൽ വന്നതിന് ശേഷം ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിൽ പോയി, കാനഡയിൽ പോയി, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അമേരിക്കയിൽ ഉടനീളം കർത്താവിനോട് വചനം സുവിശേഷം പങ്കുവയ്ക്കാൻ അനേകരോട് ഇംഗ്ലീഷിലുള്ള ഗ്രൂപ്പുകളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം വളരെ ഷോർട്ടാണ്. കാരണം നമ്മുടെ എല്ലാം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അതൊരു ദീർഘായുസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അൺഎൻഡിങ് ആണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഞാൻ കർത്താവിന് വേണ്ടി കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കണോ, അതെ കർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് ദൈവങ്ങളുടെ മുമ്പിൽ പോയി നിത്യനരകത്തിലോട്ട് പതിക്കണോ? അത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. എൻ്റെ തീരുമാനം അന്ന് ഞാൻ എടുത്തു. നല്ല കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ അടുത്ത് പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് അവിടുന്ന് വെളിപ്പെടുത്തി വചനം മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ കുദാശകളുടെ പ്രാധാന്യം മനസ്സിലാക്കി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് ദേവാലയത്തിൽ കുമ്പസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ പോലും അവിടെയും കർത്താവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഞാൻ കുമ്പസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ആ ലൈൻ നീണ്ടതാണ്. പക്ഷേ 2 അച്ഛന്മാരാണ് സാധാരണ കുമ്പസാരിക്കാനായിട്ട് ആ ദേവാലയത്തിൽ ഉള്ളത്. അപ്പൊ ഒന്ന് ബലിയർപ്പിക്കുക, അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ലൈനുണ്ട്, ലൈനിൽ അത് സ്പീഡായി പെട്ടെന്ന് നീങ്ങുന്നില്ല. ബലിയർപ്പിച്ചു അച്ഛൻ. അപ്പൊ ബലി കംപ്ലീറ്റ് ആവാറായി. അപ്പൊ കുർബാന തീരാറായി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം. കാരണം ഞാൻ ഇതുവരെയും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരു ബലി പിന്നീട് ആ അനുഭവത്തിന് ശേഷം ഞാൻ അർപ്പിച്ചിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത് ആ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമാണെന്നാണ് എനിക്കുള്ള ബോധ്യം. അപ്പൊ ഇത് സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞ് അച്ഛന് കുംസാരം കുർബാനയുടെ പകുതി എല്ലാം കഴിഞ്ഞു. വിശുദ്ധ കുർബാന എല്ലാവർക്കും കൊടുക്കണു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോയിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നോ, ഞാൻ വിശുദ്ധ കുർബാനയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. കുംസാരിക്കാനും ഉള്ളവരുടെ അടുത്ത് അച്ഛൻ വന്നു. ഈ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കാലിൽ ഒരു പ്രശ്നമുണ്ട്, വലത് കാലിലില്ല അച്ഛനൊരു പുസ്തകത്തിൽ കാലർ വെച്ച് ഒരു കൃത്രിമ കാല് വെച്ച് അച്ഛൻ നടന്നു വന്ന് ഞങ്ങളുടെ അടുത്തേക്ക്, ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ദേവാലയത്തിൽ, നടന്നു വന്ന് വിശുദ്ധ കുർബാനയായിട്ട് വരുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു പോയി. കാരണം ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഞങ്ങൾ നിന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് നാവിലാണ് വിശുദ്ധ കുർബാന എന്ന് സ്വീകരിച്ചത്. അച്ഛൻ തിരിച്ചുപോയി. കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് കുംസാരം കേൾക്കാം. അച്ഛൻ വന്നു ഞങ്ങൾ കുംസാരിപ്പിക്കാനായിട്ട്. ഞാൻ കുംസാരം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മിസ്സുകൾ കിട്ടിയിരിക്കുന്ന ഈ സമയം ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് പല പ്രലോഭനങ്ങളുണ്ടാവും. നമ്മൾ പറയും നമുക്ക് അതിനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്,
പലതും ഉണ്ട്. പക്ഷെ നമ്മൾ ഉപേക്ഷിക്കുന്നത് തന്നെ മിസ്സിയായി ഉപേക്ഷിക്കും. കാരണം സുവിശേഷം പഠിക്കാനും പ്രഘോഷിക്കാനും ഒന്നും നമ്മൾ സമയം കണ്ടെത്തില്ല. നമ്മൾ പറയും ഞാൻ ആ ഗ്രൂപ്പിൽ മെമ്പറാണ്, ഈ ഗ്രൂപ്പിൽ മെമ്പറാണ്, ഞാൻ അവിടെ ജോലിയുണ്ട്, എനിക്ക് ഓവർ ടൈം ഉണ്ട്, എനിക്ക് ഒന്നിനും സമയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് സമയം മാറ്റി വെക്കണം, വില കൊടുക്കണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് വില കൊടുത്താണ്. അഗാപ്പെ ലവാണ് നമുക്ക് നൽകിയത്, നിഷ്കളങ്ക സ്നേഹം. കുരിശില് ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ മരിക്കാനും നമുക്ക് പറ്റില്ല. എങ്കിൽ തന്നെയും കർത്താവ് നമുക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാം. നമുക്ക് തീരുമാനിക്കാം, കർത്താവ് എന്നെ സ്നേഹിച്ച, എന്നെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് എന്നെ സ്നേഹിച്ച് എന്നെ ആദരിക്കുന്ന എൻ്റെ തമ്പുരാനെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം നൽകണമേ. ഈ കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിന് നന്ദി പറയുന്നു. അപ്പൊ തുടർന്നുള്ള ഈ നിമിഷങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നാളെ പന്തക്കോസ്താ ദിവസമാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക, ദാഹിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ എന്ത് വില കൊടുത്തും കർത്താവിനോട് ചോദിച്ചു വാങ്ങി നമ്മുടെ ജീവിതം നമുക്ക് നവീകരിക്കാം, നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവെ, ഇനിയുള്ള ജീവിതം അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, ഒരു ആത്മാവിനെയെങ്കിലും ഈശോയെ ദൈവരാജ്യത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ, അനുഗ്രഹം നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ അവസരം പരിശുദ്ധാത്മാവ് നൽകിയതിന് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ഫസ്റ്റ് സാറ്റർഡേ ആണ്. ഞങ്ങൾ പ്രത്യേകമായിട്ട് മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. ഈ അവസരം നൽകിയ തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്, ദാനങ്ങള്, ഫലങ്ങള് സമർത്ഥമായിട്ട് സ്വർഗം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. പാപാവസ്ഥയിലായിരുന്ന ചേട്ടൻ അനുദപിച്ച് കുമ്പസാരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ചേട്ടൻ നാമുമായിട്ട് പങ്കുവച്ചത്. നമുക്കും അനുതാപ ഹൃദയത്തോടെ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. അടുത്തത് വിശ്വാസ പ്രത്യുത്തരം എന്ന നിത്യസത്യത്തെക്കുറിച്ചുള്ള സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ജോജോ തോമസ് ചേട്ടനാണ്. ജോജോ തോമസ് ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ മനോഹരമായൊരു സാക്ഷ്യത്തിലൂടെ കർത്താവിൻ്റെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് 3 സമ്മാനങ്ങളെക്കുറിച്ച്, ഒന്ന് ആ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ശിമയോന് അമ്മ നൽകിയ ആ സമ്മാനം, ഈശോ എന്ന് പറയുന്ന സമ്മാനം. അത് കണ്ടിട്ട് ലൂക്ക 2:31 പറയുന്നു, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പിന്നെ കണ്ടു ഇന്ന് നമ്മുടെ ബോബി ചേട്ടൻ്റെ കാര്യം. ബോബി ചേട്ടന് ആഗ്രഹിച്ച് ദൈവം കൊടുത്ത ആ സമ്മാനം, ഈശോയെ നേരിട്ട് കാണുന്ന സമ്മാനം. എന്നാൽ കഴിഞ്ഞ ദൈവപിതാവിൻ്റെ സ്നേഹവും പാപാവസ്ഥയും ഈശോ നൽകിയ രക്ഷയും അനുഭവിച്ചറിഞ്ഞ നമുക്കും ഇന്ന് നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാനം, ദൈവത്തിൻ്റെ രക്ഷ, ഈശോ ആകുന്ന സമ്മാനം. നമുക്കറിയാം, ഒരു സമ്മാനം കിട്ടുമ്പോൾ അതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് സമ്മാനം നൽകുന്ന ആള്, രണ്ടാമത് സമ്മാനം, മൂന്നാമത് സ്വീകരിക്കുന്നയാള്. ഇത് 3ഉം ഇല്ലെങ്കിൽ ആ സമ്മാനമാകുന്നില്ല, അല്ലേ? ഒരാൾ നൽകാനില്ലെങ്കിൽ സമ്മാനമില്ല. സമ്മാനം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ സമ്മാനമില്ല. നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് കാര്യമാണ് അതിനകത്തുള്ളത്? ആ സമ്മാനം നമുക്ക് ലഭിക്കുന്നില്ല, നമുക്കതൊരു സമ്മാനമല്ല. അപ്പോൾ ദൈവം നൽകുന്ന വിശ്വാസം എന്ന് പറയുന്ന സമ്മാനം, അത് നമ്മൾ കഴിഞ്ഞ ജപമാലയിൽ ലീസ ചേച്ചിയും കുടുംബവും പ്രാർത്ഥിക്കാൻ നമ്മൾ കേട്ടതാണ്. അതിനകത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണ്? ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം,
ദൈവസ്നേഹം, ഇത് തിയോളജിക്കൽ വിർച്വ, അതായത് ദൈവം നമ്മുടെ ആത്മാവിൽ ഇൻഫ്യൂസ് ചെയ്യുന്ന മൂന്ന് പുണ്യങ്ങളാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അടിസ്ഥാന പുണ്യങ്ങൾ. അങ്ങനെ ദൈവവിശ്വാസം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, ആ വിശ്വാസം, ആ സമ്മാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു പ്രത്യുത്തരം നൽകണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നമ്മൾ നൽകേണ്ട പ്രത്യുത്തരത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ദൈവമേ രക്ഷിക്കണേ. ഇപ്പം ഇന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അഡോറേഷൻ ചാപ്പലിൽ എന്നൊരു പ്രത്യേക സമയത്ത് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചു. പക്ഷേ ദൈവം ഇനി കുരിശിൽ മരിക്കാനാണോ ഞാൻ പറയുന്നത്? ദൈവമേ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണം എന്നാണോ ഞാൻ പറയുന്നത്? അതോ ഞാൻ പറയുന്നത് രക്ഷയെല്ലാം നൽകിയ കർത്താവേ, ആ രക്ഷ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനുള്ള ഒരു ജ്ഞാനവും ബുദ്ധിയും കൃപയുമാണോ എനിക്ക് നൽകുന്നത്? അപ്പം മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനാണ് സ്വർഗം കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട പോലെ നമ്മുടെ രക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ഈശോ ചെയ്തു കഴിഞ്ഞാണ്. ഇനി നമ്മുടെ പ്രത്യുത്തരത്തിനായി കാത്തിരിക്കുന്നു. എന്തിനാണ് നമുക്കൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രത്യുത്തരത്തിൻ്റെ ആവശ്യം? എന്തുകൊണ്ടായിരിക്കും പ്രത്യുത്തരത്തിൻ്റെ ആവശ്യം? കാരണം അതൊരു പ്രത്യുത്തരം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ആദ്യ പാപം ചെയ്തത് സ്വതന്ത്രമായിട്ടാണ്, പ്രലോഭിച്ചു എന്നൊക്കെയുള്ള സത്യമാണ്, പക്ഷെ ചെയ്തത് നമ്മളാണ്. അപ്പം ആദ്യഭാവത്വം അങ്ങനെ ആയിരുന്നു, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഈശോനെ അറിയുന്നതിന് മുമ്പ് ഞാൻ പല കാര്യങ്ങളും, ഒന്ന് മദ്യപിക്കുന്ന, കള്ള് വല്ലപ്പോഴും കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ ആരും ഇന്ന് വരെ പിടിച്ചു നിർത്തി കഴുത്തേൽ പിടിച്ചു കള്ളൊഴിച്ച് തന്നിട്ടില്ല. പല പ്രലോഭനങ്ങളും വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഇതെടുത്ത് കുടിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചെയ്തൊരു തിന്മ, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചെയ്തൊരു കാര്യത്തിൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഇതിൽ നിന്നെല്ലാം കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ച് കഴിഞ്ഞ് റെഡിയാക്കി നിർത്തിയിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സോൾവ് ആയി, പക്ഷെ നീ ഇത് സ്വാതന്ത്ര്യത്തിൽ സ്വീകരിക്കണം. നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിൽ അല്ലാതെ ഒരാളെ പിടിച്ച് മെത്തെ കടത്തിയാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ കാരണമായി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്, നമുക്കൊരു വിലയില്ല, ആ കാര്യങ്ങളെക്കുറിച്ചൊരു വില ഉണ്ടാവില്ല, നമ്മൾ ഇറങ്ങിപ്പോവും. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിനെ തേടി ദാഹിച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ ദൈവം ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിക്കുന്നു. നമ്മൾ ആ അനുഭവം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടുന്ന് പോകില്ല. അപ്പോൾ എന്താണ് വിശ്വാസം? CCC 142 പറയുന്നു, അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സുമിത്രങ്ങളോട് എന്ന പോലെ സംഭാഷിക്കുന്നു. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അല്ലെ, CCC 221 ദൈവത്തിൻ്റെ ഇന്നർമോസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവവും സ്നേഹത്തിൻ്റെ ഒരു നിരന്തര ദാനമാണ്. അപ്പം നിരന്തരമായി കൂട്ടായ്മയിലേക്കാണ് CCC 1 അല്ലെങ്കിൽ സൗഭാഗ്യ ജീവിതമെന്ന ഖണ്ഡികയില്ല ഒന്നിൽ തന്നെ പറയുന്നത്, ഈ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ എവിടെയാണുള്ളത്? സർവ്വവ്യാപിയായ ദൈവം നമ്മളോട് കൂടെ നിന്ന് സൗമിത്രങ്ങളോട് പോലും നമ്മൾ സംസാരിക്കുകയാണ്. ഈ സൗഹൃദ വലയത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ ക്ഷണത്തിന് നമ്മൾ നൽകുന്ന ഒരു പ്രത്യുത്തരം, കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യൻ്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. ഇതിനകത്ത് നമുക്ക് 2 തലങ്ങളിൽ കാണാം. ഒന്ന്, കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എവിടാണ്? വിശുദ്ധ ബൈബിളിൽ കാണാം, തിരുസഭയിൽ കാണാം, നമ്മുടെ പാരമ്പര്യങ്ങളിൽ കാണാം. എന്നാൽ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബോബി ചേട്ടൻ്റെ ജീവിതത്തിൽ കാണാം. ബോബി ചേട്ടൻ അത് ബ്യൂട്ടിഫുള്ളി അത് പ്രസൻറ്റ് ചെയ്ത് എന്താണ്, പല സമയത്ത് ദൈവം ബോബി ചേട്ടൻ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് സഭ, ഇതാണ് പല ക്ലാസ് കൂടാം, പക്ഷേ ദൈവം പഠിപ്പിച്ചിട്ടെന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് വെളിപ്പെടുത്തി ബോബി ചേട്ടൻ കൊടുക്കുകയാണ്. ഇതാണ് സഭ. പിന്നെ ചോയ്സ് ഇരിക്കുകയാണ്, അത് കേട്ടിട്ട് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ അതിനെ പ്രത്യുദ്ധരിക്കാം. അപ്പോൾ ബോബി ചേട്ടൻ അത് പ്രത്യുദ്ധരിച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്ത് മനോഹരമായിട്ടാണ് ആ ജീവിതം മാറുന്നത്. അങ്ങനെ നമുക്കും നൽകുന്ന പ്രത്യുത്തരത്തിന്, ദൈവം നൽകുന്ന വെളിപ്പെടുത്തലുകൾക്ക് സ്വതന്ത്രമായ ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം.
അപ്പോൾ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതം. അപ്പോൾ ക്രൈസ്തവ ജീവിതം എന്ന് തന്നെ പറയുന്നത് എനിക്ക് ക്രിസ്തുവിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പല ആൾക്കാരിൽ കൂടെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു പ്രത്യുത്തരമാണ് ക്രൈസ്തവ വിശ്വാസം. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, തമ്പുരാൻ ഞാൻ ഇവിടെ ഇരിക്കാൻ കൈയും കെട്ടി നീ എന്നെ രക്ഷിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് പറ്റില്ല. നമ്മളെ കൂടാതെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജെന്റിൽമാൻ ദൈവം തന്നെയാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ദൈവം കാത്തിരിക്കുന്നു. ഇപ്പം എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. അപ്പോൾ ഇതല്ലേ സത്യം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടതാണ്. നമ്മൾ പുതുതായിട്ടൊന്നും ഇല്ലാത്തതൊന്നും വിശ്വസിക്കേണ്ട. ഉള്ള സത്യം നമ്മൾ അറിയുക, സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. ഈശോ കുരിശിൽ മരിച്ചതെന്നുള്ള സത്യമാണ്. നമ്മുടെ പാപകടങ്ങൾക്കെല്ലാം കുരിശിൽ മരിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ആരും മരിക്കാനും ഒന്നുമില്ല. മാക്സിമം ബലി തന്നെ നടന്നു കഴിഞ്ഞു. ഇനി എന്താണ്? ഈശോ ഉയർപ്പിക്കപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ആ പാപത്തിൻ്റെ എല്ലാ കടങ്ങളുടെ വീട്ടിയ ജീവൻ ആ ക്രിസ്തു ഇമ്മാനുവലായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ക്രിസ്തുവായിട്ട് ഞാൻ നിൽക്കുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ട വ്യക്തികളാണ്. വിശ്വാസം എവിടെ നിന്ന് വരുന്നത്? നമ്മൾ ഇന്ന് പല പ്രാവശ്യം പറഞ്ഞാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17. ഇത് പറയുമ്പോൾ ഈ വചനം നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെളിപാട് 1 അധ്യായം 3-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഈ പ്രവചനത്തിലെ ഗ്രന്ഥങ്ങൾ, അല്ല ഈ പ്രവചനത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ, അനുഗ്രഹം വരുന്ന വഴിയാണ്, നോട്ട് ചെയ്യണേ. നമുക്ക് അനുഗ്രഹമാണല്ലോ വേണ്ടത്. വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇത് പാലിക്കുന്നവർ എല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വചനങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ എവിടെയാണെങ്കിലും വചനം കേൾക്കുമ്പോൾ, ബോയിച്ചേട്ടനൊക്കെ ആ വചനത്തിന് ദാഹം കൊടുത്തല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വചനം എവിടെ കേൾക്കും? വചനം ക്രിസ്തുവാണേ, വചനം ഈശോ ആണ്. അപ്പോൾ ഇവിടെ വചനം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കണം, നമ്മൾ വായിക്കണം, നമ്മളത് പാലിക്കാൻ ശ്രമിക്കണം. കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പാലിക്കാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മളത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു എന്താണ് ഒരു അവകാശമുണ്ട്. വേറെ ഒന്നും അവകാശമല്ല. ഞാൻ നിങ്ങളെപ്പോലല്ല. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ മിസ്സിയോയിൽ കൂടിയപ്പോൾ ഞാനും ബോബിച്ചേട്ടനുമായിട്ട് വളരെ സാമ്യമുണ്ടായിരുന്ന കാര്യത്തിൽ കേട്ടോ. പുള്ളി ക്ലാസ്സൊക്കെ കൂടി വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പം സ്വപ്നം കണ്ടു. ഞാൻ ക്ലാസ്സിൽ ഇന്ന് പലപ്പോഴും ഇന്ന് സ്വപ്നം കണ്ടു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം പല പ്രാവശ്യവും ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല, വളരെ കുറച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയോ എന്നെ തമ്പുരാൻ ഈ ക്ലാസ്സിൽ വീണ്ടും പിടിച്ചു നിർത്തി. അടുത്ത ക്ലാസ്സിൽ ഞാൻ മെൻറ്ററായി. അപ്പോഴാണ് ഞാൻ ക്ലാസ്സൊക്കെ ശരിക്കും പറയണം നല്ലപോലെ പഠിച്ചോളൂ. സത്യം പറയാം, അങ്ങനല്ല പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന പോലെ നല്ല മക്കളായിട്ടിരുന്ന് കേൾക്കണം. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിന് പോയി. അങ്ങനെ ഒരു 7 ദിവസത്തെ നമ്മൾ താമസിച്ച് കറുകുറ്റിയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ ധ്യാനിച്ച് അതിനവസാനം പരിശുദ്ധാത്മ അഭിഷേകത്തിലാണ് ശരിക്കും എനിക്ക് എൻ്റെ മൊത്തത്തിലുള്ള ഒരു മാനസാന്തരവും എല്ലാ സത്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്ന് അതിൻ്റെ പ്രതിഫലിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരെ ഞാൻ തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം മതി, ഞാൻ എവിടെയും പോയി ആരോടും അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നടന്നയാൾ ഒരാഴ്ച, ഒരു 10 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം 150 പേരുടെ അടുത്ത് പോയിട്ട് ഈ അടിസ്ഥാന സുവിശേഷം പറയുകയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം അവിടുത്തെ പ്രസൻസും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി വിശുദ്ധ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം. അപ്പം ഇതിൽ നമുക്കൊന്ന് ബൈബിൾ ഉള്ളവരൊന്ന് ബൈബിളൊന്നും എടുക്കാമോ? ഞാൻ ഒരു 30 സെക്കൻഡ്സ് തരാം. ബൈബിളൊന്നും എടുക്കാൻ പറ്റുമോ? നമ്മളൊന്ന് എന്നിട്ട് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം ഒരുമിച്ച് വായിക്കാമായിരുന്നു. 2-ാം അധ്യായത്തിൽ 22-ാം വാക്യമേ എന്താണ് പത്രോസ് പ്രസംഗിച്ചതെന്ന് അറിഞ്ഞാലേ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്ന പോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങൾ കൊണ്ടും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി തന്നു. അത് കഴിഞ്ഞ് ഈശോയുടെ കുരിശുമരണത്തിനെ കുറിച്ച് പറയുന്നു. പിന്നെ താഴോട്ട് വരുമ്പോൾ 32-ാം വചനം പറയുന്നു, ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലത്ത ഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത് അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. പിന്നെയും എടുത്തു പറയുന്നു 36-ാം വചനത്തിൽ,
അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇതങ്ങോട്ട് പത്രോസ് പ്രസംഗിച്ചപ്പോഴത്തേക്കും, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വചനം അവർക്ക് അങ്ങോട്ട് ഒരു വിശ്വാസവും ഇല്ലാത്ത മനുഷ്യരിൽ വിശ്വാസം ജനിച്ചു. വിശ്വാസം ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവർ ചെയ്തത്? അതാണ് നമ്മൾ അടുത്തായിട്ട് കാണേണ്ടത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോട് മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ, അല്ലേ? ദൈവപിതാവിൻ്റെ സ്നേഹവും പാപാവസ്ഥയും നമ്മൾ അറിഞ്ഞ്, നമുക്കറിയാം നമുക്ക് രക്ഷയുടെ ആവശ്യമുണ്ടെന്നൊക്കെ അറിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം അങ്ങോട്ട് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുകയാണ്. നുറുങ്ങിയിട്ട് എന്തുകൊണ്ടാണ് നുറുങ്ങുന്നതിൻ്റെ കാരണം ഇതാണ്: യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഞാൻ അതിന് പെട്ടെന്ന് എൻ്റെ ലൈഫിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കൊറോണയുടെ സമയത്ത് ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഓൺലൈനിൽ കുട്ടികൾക്ക് വേണ്ടി കാറ്റഗിസം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 2 കുട്ടികൾ, ഞങ്ങൾ അധികം കൃപയൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഞങ്ങൾ തമ്പുരാനിലേക്ക് വരുന്നതിന് മുമ്പുള്ള 2 കുട്ടികളുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ആൾക്ക് ഒത്തിരി അലർജിയാണ്. നല്ല പിള്ളേരാണ്, പക്ഷെ അവന് ഭയങ്കര അലർജിയാണ്. അലർജി ആയതുകൊണ്ട് തന്നെ അവന് ഇൻ്റേണൽ പ്രശ്നങ്ങളുണ്ട്. അവന് അനുസരണയാണ്, ഭയങ്കര അനുസരണ എന്ന് പറഞ്ഞാൽ അവനോട് ഇവിടെ ഈ കസേര ഇരിക്കാൻ പറഞ്ഞാൽ ഈ വീട്ടിൽ അവൻ എവിടെ വേണേലും പോയിരിക്കും, പക്ഷെ ആ കസേര മാത്രം പുള്ളി ഇരിക്കത്തില്ല. പിന്നെ രാവിലെ ഒരു ഹഗ്, ആര് കെട്ടിപ്പിടുത്തം കിട്ടത്തേയില്ല. അഥവാ അടി അമ്മയൊക്കെ വെള്ളം വെച്ചിട്ട് എനിക്കൊരു കെട്ടിപ്പിടുത്തം തന്നാൽ ആ ദിവസം പോക്കാം. അങ്ങനത്തെ ഒരു കെട്ടിപ്പിടുത്തമാണ് കിട്ടുക. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുവാകും. എനിക്കതിലും ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ വെള്ളയും കറുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ പോകുന്നു, കാറ്റഗിസം ക്ലാസ്, ഭയങ്കര വിശുദ്ധൻ. ഇവൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഇവനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി അടി ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കാറ്റഗിസം ക്ഷമ പറയുന്നത്. ക്ഷമയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് തമ്പുരാനൊരു ചോദ്യം: നീ ക്ഷമയെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ കൊച്ചിനോട് നീ ക്ഷമിക്കുന്നുണ്ടോ? കാറ്റഗിസം ക്ലാസ് കഴിഞ്ഞോടെ ഭാഗ്യത്തിന് ഈ മിസ്സയോട് അന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു സുവിശേഷ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ മുട്ട വീണ്, തമ്പുരാനെ, നീയും എന്നെ അവനെയും പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പാപാവസ്ഥ കൊണ്ട് എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റാത്തത്, പക്ഷെ നീ എന്നെ കുരിശിൽ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ കാണുന്ന ഈശോ കുരിശിൽ മരിച്ചു കിടക്കുന്നതും റോമാപ്പടയാളിയാണ് ഇത്രയൊന്നും അടിച്ചോണ്ട് നിന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതെൻ്റെ കൈ അങ്ങ് പൊങ്ങിയിട്ട് എനിക്ക് മനസ്സിലായി, ഇത് റോമാപ്പടയാളിയൊന്നും അല്ല, ഞാനാണ് എൻ്റെ പാപങ്ങൾക്ക് കാരണം ഈശോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും ഈശോ ഇതെന്തിനാ ഇങ്ങനെ വേദന അനുഭവിക്കുന്നത്? എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പം ഞാൻ കൈ താഴെ ഇട്ടു, ചാട്ടവാർ താഴെയിട്ട് ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം: തമ്പുരാനെ, സോറി, ഞാൻ ഇത്രയും നാൾ നിന്നെ ഉപദ്രവിച്ചു, ഞാൻ ഇനി ഉപദ്രവിക്കുകയില്ല. പക്ഷേ ഞാൻ ബലഹീനാണ്, എനിക്ക് നിൻ്റെ കൃപ വേണം. അപ്പം എൻ്റെ പാപത്തിനെക്കുറിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം നുറുങ്ങി തമ്പുരാനോട് കൃപ ചോദിച്ചു. എനിക്ക് അന്ന് തന്നെ കൃപ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൃപ തന്നു. പിറ്റേ ദിവസം ആള് മാറി. ആരാ മാറിയത്? ഞാനല്ല മാറിയത്, എൻ്റെ മോൻ മാറി. അവനോട് ഒന്നും ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം തൊട്ട് ആള് മാറി. ആൾ ഒരു 80% ഹീലിംഗ് ആയി. രാവിലെ കാണുമ്പോഴേ ഭയങ്കര കെട്ടിപ്പിടുത്തം, എല്ലാ സ്നേഹം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് ഞാൻ വളരെ വേദനയോടാണ് പറയുന്നത്. കാരണം എൻ്റെ ആ മകനെ അത്രയും നാൾ ഇങ്ങനെ തടങ്കൽ വെച്ചിരുന്ന എൻ്റെ പാപങ്ങളാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇനിയും എൻ്റെ മക്കളിലൊക്കെ എന്തെങ്കിലും കുറ്റങ്ങൾ കാണുമ്പോൾ അതെല്ലാം എന്നിലൂടെയാണല്ലോ രക്ഷ. അപ്പോഴാണ് എനിക്ക് ആ പ്രതീക്ഷ വരുന്നത്: കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഒരു കുടുംബാംഗങ്ങളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്നു മോനെ, അതിൻ്റെ കീ നിൻ്റെ കയ്യിലായിരിക്കുന്നത്. മദർ തെരേസ പറയുന്നത്, എവരിബഡി ഇൻ യുവർ ലൈഫ് കംസ് ഫോർ എ ലെസൺ ഓർ എസ് എ ബ്ലെസ്സിങ്. അപ്പോൾ ആർക്കെങ്കിലും എന്തൊരു കുറ്റം കാണുന്നുണ്ടെങ്കിൽ നിനക്കെന്തോ ഒന്ന് വിശദീകരിക്കാനുള്ള സംഭവമുണ്ട്, അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന വാതിലാണ്. നീ ആ കീ അങ്ങ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിശദീകരിക്കപ്പെട്ടുള്ളൂ. അപ്പം അങ്ങനെ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിക്കുകയാണ്: സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇപ്പം നമ്മളിന്ന് കണ്ടപോലെ മനുഷ്യകുലം എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചവരാണ്, അല്ലേ? അത് മനുഷ്യകുലത്തിനെ നമ്മൾ കാണുന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ മനുഷ്യകുലം നമ്മളിങ്ങനെ നിൽക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പാപത്തിലൂടെ അവൻ മരിച്ച് അകലെ ദൈവത്തിൽ നിന്നകന്നിയ ബന്ധം പൊട്ടി അവനൊരു മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഇനി നമുക്ക് ഈ ദൈവിക ജീവനിലേക്ക് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ഒന്നീ നമ്മൾ ഈ പാപത്തിനെല്ലാം പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ ദൈവം ഈ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തിട്ട് നമ്മുടെ അടുത്തെത്തണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറിഞ്ഞത്, നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം ആ ദാനം ചെയ്തു. എന്താണ്? നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി, ദൈവം നമ്മുടെ ഉള്ളിലേക്ക്
ഇമ്മാനുവലായിട്ട് ഈ പാപത്തിനെല്ലാം പരിഹാരം വന്നിരിക്കുന്നു. അവനെ നമ്മൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്പേസ് വേണം. ആ സ്പേസിന് നമ്മൾ സ്വതന്ത്രമായി പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് താഴെ വെക്കണം. സോറി പറഞ്ഞ് താഴെ വെക്കണം. സ്പേസ് ഉണ്ടാക്കണം. ആ സോറി പറഞ്ഞ് താഴെ വെച്ച് വെക്കുന്നതാണ് നല്ലൊരു കുമ്പസാരം. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ക്രമമായിട്ട് ഓർത്തിരിച്ച് എനിക്കിത് ഉപദ്രവിക്കുന്ന ഭാണ്ഡക്കെട്ടാണെന്നറിഞ്ഞ് ഞാനിത് താഴെ സോറി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആ വൈദികനിലൂടെ ഈശോ നമുക്കൊരു അഭിഷേകം തരുന്നു, കൃപ തരുന്നു, ഇനി വീണ്ടും ഈ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. മനുഷ്യകുലത്തിൽ പാപത്തിൽ മരിച്ച നമ്മൾ ഇനി യേശുക്രിസ്തു ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, യേശുക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചവനാണ്. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് നമുക്ക് എങ്ങനെ ചേരാം? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? റോമ 6:3 ഗുഡ് ന്യൂസ് അല്ലേ? അയ്യോ, നമ്മൾ ഓൾറെഡി നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടി മരിച്ചതാണ്. പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, സംഭവം റെഡിയായി. ഇനി നമ്മൾ യേശുക്രിസ്തുവായിട്ട് ആ പാപത്തിൽ മരിച്ചവർ, ഇനി നമ്മൾ പാപത്തിൽ മരിച്ചവരാണെങ്കിൽ ഇനി പാപത്തിൽ ജയിച്ചവനിലേക്ക് മരിക്കണം. അതായത് അവനിലേക്ക് നമ്മുടെ ജീവിതം അർപ്പിച്ച് അവൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ ഒന്നാകണം. എൻ്റെ കാറ്റഗിസം ക്ലാസ്സിൽ ഞാൻ പറയാറുള്ള എക്സാമ്പിളാണ്, ഞാനൊരു നടന്നങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പം സൈഡിൽ നിന്ന് സാത്താനെ പറയും, ജോയ് സാർ ഇത്രയും പാപമൊക്കെ ചെയ്തിട്ട് വരികയാണ്, കയറ്റാൻ പറ്റുകയെന്ന് പറയും. ഇനി ഓക്കെ, ഈശോ എൻ്റെ കുരിശിലെല്ലാം മരിച്ചു കഴിഞ്ഞു, രക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ നടന്ന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സാത്താൻ എന്ത് പറയും? അതെ, ജോയ് സാറിന് പാപം ചെയ്ത ആളാണ്, പുള്ളിക്ക് കയറാൻ പറ്റിയാൽ. അപ്പോൾ ഞാനൊരു കൊച്ചിനെ കൂട്ടത്തിൽ പഠിക്കും, നീയാണ് ഈശോ, നീ എൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു. ഞങ്ങൾ തോളെ കയറ്റ് ഒന്നായിട്ട് അങ്ങ് കയറിപ്പോവും. അപ്പോൾ സാത്താൻ നോക്കുമ്പോൾ എന്താണ്? ജോജോ സാർ കുറേ പാപം ചെയ്തിട്ടുണ്ട്, അതിനുള്ള പരിഹാരവും കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ട്, അതുകൊണ്ടാണ് റോമ 8:1 പറയുന്നത്, ആകയാൽ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ നമ്മുടെ പാപത്തിനെ കുറിച്ച് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാന്നുള്ളതുകൊണ്ടും അറിഞ്ഞുകൊണ്ട് നമ്മൾ യേശുവുമായിട്ട് ഐക്യപ്പെടുന്നു. നമ്മുടെ പാപത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്തപിച്ച് കുമ്പസാരിക്കുന്നു. അപ്പോൾ അതിലാണ് പാപത്തെ ജയിച്ചവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതാണ് അനുതാപം. അപ്പോൾ നമ്മൾ പഴയ മനുഷ്യലേക്ക്, ഇപ്പം ഞാൻ ആ മെസ്സിയോടെ ഞാൻ പറഞ്ഞ താമസിച്ചുള്ള ധ്യാനത്തിൽ അന്ന് ഞാനൊരു കൗൺസിലിംഗ് ഇരുന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഇവിടെ ടോമിച്ചായനുമായിട്ടൊരു കൗൺസിലിംഗ് ആയിരുന്നു. അപ്പോൾ ടോമിച്ചായൻ അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ റെയർ വ്യൂ മിററിൽ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. സംഭവം കഴിഞ്ഞു പോയതാണ്, പക്ഷേ ഇപ്പോഴവിടെയാണ് എൻ്റെ നോട്ടം ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പഴയ മനുഷ്യനാണ് ഞാൻ നോക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അന്നുള്ള ഒന്നുകൂടെ ദൈവനെ ഓർപ്പിച്ചൊന്നു, മോനെ, അതൊക്കെ പണ്ടത്തെ കാലം, നിനക്കിപ്പോൾ സുവിശേഷം ക്ലിയറായിട്ട് അറിയാം, നീ വിശ്വാസത്തോടെ അനുതാപത്തോടെ നമ്മൾ പൂർണ്ണമായിട്ട് ഈശോയെ സ്വീകരിച്ചവനാണ്. ഇനി ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, നമ്മുടെ ഈശോ ഉണ്ട്, നമ്മളുണ്ട്. ഈ പടം എപ്പോഴും കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു, ആ ഓറഞ്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്ത പാപത്തിന് അല്ലെ നമ്മൾ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഉള്ള ശിക്ഷ ഇങ്ങ് വരികയാണ്. ഈ ശിക്ഷ വരുമ്പോഴത്തേക്കിന് ഞാൻ അത് അനുഭവിക്കുന്നതിന് പകരം എന്താണ്, ഈശോയുടെ സൈഡിൽ നിന്ന് ഈ കുരിശിലാണ് ശിക്ഷ നമുക്ക് നൽകേണ്ടത്. ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ എനിക്ക് വേണ്ടി ഈ ശിക്ഷ, താഴെ നിന്നുള്ള ആ ഓറഞ്ചിൻ്റെ ശിക്ഷകളെല്ലാം സ്വീകരിച്ച് ഈശോ എനിക്ക് വേണ്ടി അങ്ങ്, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോങ്ങർ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അതായത് ഇന്ന് മുതൽ ഞാൻ മരിക്കേണ്ട വ്യക്തിയായിരുന്നു, ഞാൻ മരിച്ചു. എനിക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഈശോ ആണ്. ആ ജീവനുമായിട്ട് ഞാൻ ഐക്യപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പാപത്തിൽ നിന്ന് ജയിച്ച് ഞാൻ ജീവിക്കുന്നു. ഇപ്പോൾ റോമ 6:5 പറയുന്നത്, അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നിന്ന് നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ, അതെ, കുരിശിൽ മരിച്ചവരായെങ്കിൽ, ജ്ഞാനസ്നാനത്തിൽ നമ്മൾ മരിച്ചവരായെങ്കിൽ, അവൻ്റെ പുനരുദ്ധാനത്തിൽ സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിൽ അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. അതായത് നമുക്ക് വൻ പ്രതീക്ഷയാണ് ഇവിടെ നൽകപ്പെടുന്നത്, അല്ലേ? അതായത് നമ്മുടെ ഏത് പാപവും എടുത്തു, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കുട്ടനെ ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള പാപം അതെടുത്തു. പക്ഷെ എന്താ, അതിന് നീ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു കഴിഞ്ഞു. ഇനി ഈശോ അതിൻ്റെ ഒരു പുനരുദ്ധാനം നൽകിയോണ്ട് ഞാനും ആ പുനരുദ്ധാനത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് എനിക്ക് ബ്യൂട്ടിഫുൾ ജീവനാണ്, സ്വർഗീയ ജീവൻ, നിത്യജീവനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ വിശ്വസിക്കുന്നവർ പാപങ്ങളെ ഓർത്ത് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ടെൻഡൻസി പറയുകയാണ്, ഈ കുമ്പസാരം എന്ന് പറഞ്ഞാൽ വലിയൊരു പാടുള്ള കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. ഒന്ന് കണ്ണടച്ച് നമ്മൾ സ്വർഗത്തിലോട്ടൊന്ന് നോക്കണം. എന്താ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം നടക്കുന്ന, ഭയങ്കര ചെണ്ടമേളം നടക്കുന്ന സമയമാണ് അവിടെ, അല്ലേ? സ്വർഗത്തിൽ അനുതാപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ഏറ്റവും സന്തോഷം. കാരണം
ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എവറി സിൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ തന്നെ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എവറി സിൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹോളിനെസ്. എല്ലാ പാപങ്ങളും നമുക്ക് ആ പാപം താഴെ വെച്ച് ക്രിസ്തുവിൻ്റെ രക്ഷ സ്വീകരിച്ച് അനുദപിച്ച് ഹോളിനെസ്സിലേക്ക് കടക്കാനുള്ള ഒരു ഡോറാണ്. അതുകൊണ്ട് നമ്മൾ അറിയപ്പെടുന്ന ഓരോ പാപവും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാപം തിരിച്ചറിയണം. പാപം തിരിച്ചറിയുന്നവനെയാണ് യേശു ക്രിസ്തു. പാപിയെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ട് എല്ലാവരും പാപിയാണ്. പക്ഷെ പാപം തിരിച്ചറിയുന്ന ആ പാപിയെ തേടിയാണ് യേശു ക്രിസ്തു എത്തി. അവന് വേണ്ടി എന്താണ് നേടിക്കൊടുത്തത്? നമുക്കറിയാം. പാപത്തിലൂടെ രണ്ടാമത്തെ ക്ലാസ്സിൽ കണ്ടാണ്, പാപം എന്ന് പറയുമ്പോൾ സ്നേഹബന്ധമാണ് തകരുന്നത്. ദൈവത്തോട്, മനുഷ്യരോട്, മറ്റ് സഹജീവികളോട്, കാലാവസ്ഥയോട്, സഭാ സംവിധാനങ്ങൾ, എല്ലാവരോടുള്ള സ്നേഹബന്ധം അങ്ങ് തിരിഞ്ഞു. എന്നിട്ട് അവിടെയാണ് യേശു ക്രിസ്തു അനുരഞ്ജനം നൽകുന്നത്. ഈ അനുരഞ്ജനത്തിൽ ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രയാങ്കിളായിട്ട് കാണുന്നു. ദൈവത്തിന്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇനി ഇവിടെ ദൈവമാണെന്നെങ്കിൽ ദൈവമായിട്ട് ഡയറക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മറ്റൊരു മനുഷ്യൻ. ഈ മറ്റൊരു മനുഷ്യൻ്റെ പാപത്തിനും ഈശോ പൂർണ്ണമായിട്ട് പരിഹാരം ചെയ്താണ്. അത് ഞാൻ എൻ്റെ പാപത്തിൻ്റെ രക്ഷ അനുഭവിക്കുമ്പോഴാണ് എനിക്കിത് പിടികിട്ടുന്നത്. അതായത് എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവൻ്റെ പാപത്തിനും 100% ഈശോ കുരിശിൽ മരിച്ച് രക്ഷിച്ചിട്ട് എൻ്റെ കണ്ണി നോക്കിയിട്ട് പറയുകയാണ്, അന്യരെ വിധിക്കരുത്. കാരണം അവിടെ ഒന്നുമില്ല, വിധിയൊക്കെ കഴിഞ്ഞു. ഈശോ അവനെ രക്ഷിച്ചു കഴിഞ്ഞു. അപ്പം ഇനി എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ബലൂൺ പോലെയേ ഉള്ളൂ, കർട്ടനേ ഉള്ളൂ. കർട്ടൻ്റെ അകത്ത് അങ്ങേപ്പുറത്ത് ഒരു കാര്യമില്ല. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ കുത്തുണ്ട്. കാരണം എന്നെ ഒരാൾ ശരിക്കും ഒരു പ്രത്യേക എൻവയൺമെൻറ്റിൽ നല്ല പോലെ ഒന്ന് റെഡിയാക്കി തന്നു. അപ്പോൾ എൻ്റെ കുറേ വിശദീകരണത്തിന് വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. എന്നാലും അവസാനം ഒറ്റ കൺക്ലൂഷനേ ഉള്ളൂ. ആ ഒരു മീറ്റിങ്ങിൽ ജോജോ പള്ളിയിൽ പോകുന്നതും പള്ളിയായിട്ടുള്ള ബന്ധങ്ങൾ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് എവിടുന്ന വരുന്നത് എന്നുള്ള സോഴ്സ് നമുക്കറിയാമല്ലോ. പക്ഷേ എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കുറേ ക്ഷമിച്ചു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇത് ക്ഷമിക്കാത്തതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ക്ലാസ്സിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങനെ ക്ലാസ് എടുക്കും? അങ്ങനെ ഇരിക്കും. ഇന്ന് ഇദ്ദേഹം വീണ്ടും അടുത്ത ഒരു കൊട്ടേഷൻ അയച്ചു. ഇങ്ങനെ അപ്പോൾ അതിനകത്ത് ഞാൻ വെച്ചിട്ട് നേരെ പള്ളിയിൽ അഡോറേഷൻ ചാപ്പിലായിരുന്നു. ഞാൻ പോയി പ്രാർത്ഥിച്ചപ്പം തമ്പുരാൻ അതിനകത്ത് ആ മെസ്സേജ് ക്ലിയറായിട്ട് കാണിച്ചു. ഇതെല്ലാം ഒരു ഭാവാവസ്ഥയിൽ ഉള്ള ആൾക്കാരെ എഴുത്താണെങ്കിലും ഇങ്ങനെ പറയുന്നുള്ളൂ, എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ സ്നേഹം വേണം. അതാണ് ആ വ്യക്തി പറയുന്നത്, വേറെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ സ്നേഹം വേണം. അദ്ദേഹത്തിന് ഈശോയുമായിട്ട് ചേരാത്തതുകൊണ്ട്, മാനുഷിക സ്നേഹം കൊണ്ട് മാത്രമേ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ കൂടപ്പിറപ്പിൻ്റെ ദൈവസ്നേഹം അവിടെ കൊടുത്തേ പറ്റൂ. ഇത്ര മാത്രമേ പാവം ചോദിക്കുന്നുള്ളൂ. അത് അറിയാവുന്ന ഭാഷയിൽ പല രീതിയിൽ അങ്ങനെ ചോദിച്ചു. നമുക്ക് ഇൻസൾട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനും, അതേപോലെ തന്നെ ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒന്നുകൂടെ ദൈവപിതാവിൻ്റെ സ്നേഹത്തിനെക്കുറിച്ച് ഞാൻ പഠിച്ചതുകൊണ്ട്, ജീസസ് യൂത്തിൻ്റെ, ഇപ്പോൾ ബോബിച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ആ ജീസസ് യൂത്തിൻ്റെ ബ്യൂട്ടിഫുൾ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സസിൽ അലിസാൻഡിയൊക്കെ തുടങ്ങിയതാണേ ഈ ജീസസ് യൂത്ത് എന്നുള്ള പ്രസ്ഥാനം. അതിനകത്ത് ദൈവപിതാവിൻ്റെ ഒരു സ്നേഹത്തിനെക്കുറിച്ച് കഴിച്ച് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും ദൈവമക്കളാണ്. അദ്ദേഹവും ഞാനും ഇപ്പോൾ ഇതിനകത്ത് ഈ കേസിലുള്ള എല്ലാവരും ദൈവമക്കളാണ്. എല്ലാവരും രക്ഷിച്ചു കഴിഞ്ഞാണ്. അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്ന് മാത്രമേ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പം പാപപരിഹാരം, അതാണ് ഇപ്പോൾ പറഞ്ഞത്. എൻ്റെയും ബാക്കിയുള്ളവരുടെയും പാപങ്ങൾ പൂർണ്ണമായിട്ട് പരിഹാരം ചെയ്താന്നുള്ളൊരു ബോധ്യം വേണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ ക്രമമായി ഓർക്കുകയും ഒന്നൊന്നായി ഏറ്റുപറയുകയും ചെയ്യാം. നീതീകരണം, ഏറ്റുപറച്ചിലിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. നമ്മുടെ കുമ്പസാരത്തിന് എപ്പോഴൊക്കെ നമ്മുടെ കുമ്പസാരം ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പാപങ്ങൾ ക്രമമായി നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു, പൂർണ്ണമായിട്ട് ഇനി ഞാൻ പാപം ചെയ്യല. എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്യല? കുരിശ് കിടക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ അവൻ്റെ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്നേഹം കാരണം അവനെ എനിക്ക് അടി കൊണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ആ ബോധ്യത്തിൽ, ആ സ്നേഹം കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ അനുതാപം വരുന്നത്. ഇത് കണ്ട് ഒരു ദിവസം ഞാൻ തമ്പുരാനോട് പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, എനിക്കിനി ഇത് കാണാൻ വയ്യ, നീ ഒരു കാര്യം ചെയ്യേ, ഈ പരിപാടി ഞാൻ പാപിയാണ്, നമുക്ക് ഈ പരിപാടി നിർത്താം, ഞാൻ പാപമൊക്കെ ആയിട്ട് അത്യാവശ്യം അങ്ങ് ജീവിച്ചോളാം, നീ ഇങ്ങനെ കുരിശ് മരിക്കരുത്. അപ്പം എന്നോട് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്, പാപം ചെയ്യുക എന്നുള്ള നിൻ്റെ സ്വാതന്ത്ര്യം, നിനക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം, നിനക്ക് വേണ്ടി കുരിശിൽ മരിക്കുക എന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യം, അത് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, അതിൽ നിനക്ക് ചോയ്സില്ല. ആൻസറായി, ആ കാര്യങ്ങൾക്ക് ആൻസറായി. അപ്പം അങ്ങനെ
ആ ആ ഒരു ഈശോയെ ഉപദ്രവിക്കുക എന്നുള്ള ബോധ്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് അനുദപിക്കാൻ പറ്റുകയും അതുവഴി നല്ല കുമ്പസാരത്തിലേക്ക് പോവുകയും കൃപയാണ് നമ്മൾ അനുരഞ്ജന ഹീലിംഗ് ആണ് എടുക്കുന്നത്. ഇനി കുമ്പസാരം ചെയ്യുക, ഇനി നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കൃപയും നമ്മളന്ന് ഈശോയിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയാണ്. നീതീകരണം, കുറ്റബോധങ്ങൾ, അധമചിന്തകൾ. എന്തുകൊണ്ടാണ് നീതീകരണം? ഇത് ഓൾറെഡി നടന്ന കാര്യമല്ലേ അല്ലേ? ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ കാര്യം ദൈവത്തിനും പരിഹാരം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ റിയർവ്യൂ മിറർ നോക്കി ഓടിക്കേണ്ട കാര്യമില്ല. ഇനി അതങ്ങനെ വരുമ്പോൾ സ്വാതന്ത്ര്യം, ഈ ലഗേജുമായിട്ട് ഞാൻ ഇങ്ങനെ ഇല്ലാത്ത ലഗേജുമായിട്ട് ഞാൻ ചുമന്ന് നടക്കുകയായിരുന്നു. ഇതങ്ങോട്ട് താഴെ വെക്കുന്നതിൻ്റെ പാപഭാരത്തിൽ നിന്നും ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. ബോബി ചേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലഗേജ് എല്ലാം കൂടെ താഴോട്ടങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് ഈ ലഗേജ് തന്നെ ഇല്ലായിരുന്നു, അതിനെല്ലാം ഈശോ കുരിശ് മരിച്ചതായിരുന്നു. തോന്നൽ മാത്രമേ ഉള്ളായിരിക്കും. അപ്പോൾ ഇതങ്ങോട്ട് താഴോട്ട് വന്ന് വെച്ചപ്പോഴത്തേന് പിന്നെ പുള്ളി പറക്കുന്ന അവസ്ഥയായി അല്ലേ? പറക്കുന്ന അവസ്ഥയായപ്പോൾ അങ്ങോട്ട് ഒരു ലഗേജ് ഒന്ന് ദൈവത്തിന് ഒരു സ്പേസ് കിട്ടിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചാൽ നമ്മൾ കണ്ടു. ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് കാണുകയും ചെയ്യാം. അനുതാപം. അപ്പോൾ ഇതിനകത്ത് എടുത്തൊന്ന് പറയുകയാണ്, നമ്മൾ കുമ്പസാരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം, എനിക്ക് വലിയ പാപമൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ പാപമില്ല അല്ല നിനക്ക് പാപമുണ്ടെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞ ഡോറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ ഫോർ യു. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിന്നിലുള്ള ഒരു അൾസർ കിടപ്പുണ്ടടാ, അതുകൊണ്ട് ഇറക്കി വെച്ചിട്ട് നീ സൂപ്പർ ബോഡി മേടിക്കടാന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ടെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാം പാപമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളങ്ങോട്ട് ഏറ്റു പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ വചനമാണ്. അവനെല്ലാം ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ആ സ്നേഹത്തിൻ്റെ തലത്തിൽ, നമ്മൾ പണ്ട് നമ്മൾ കഴിഞ്ഞ പാപത്തിൻ്റെ ക്ലാസ്സിൽ കണ്ട ആ സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മുടെ ആത്മശോധനയ്ക്കായിട്ട് അപ്പം നമ്മളെന്താണ് റെസ്പോൺസ് കൊടുക്കുന്നത്? ദൈവത്തിൻ്റെ അനുതാപമാണ്. അതായത് വിശ്വാസം അങ്ങോട്ട് ഈശോ ക്രിസ്തു നമ്മളെ രക്ഷിച്ചു എന്നങ്ങോട്ട് അറിഞ്ഞ് ഈശോ ഇപ്പോഴും ഈശോയുടെ ആ മരണത്തിൻ്റെ ആ വേദന, ഓക്കെ, ആത്മീയ സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോഴും എന്നുള്ളത്. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഒരു താതാത്മ്യമായിട്ടുള്ള അനുഭവം കാണുമ്പോൾ ഈശോ ഇനി ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുക്കുക. എൻ്റെ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? ദൈവത്തോട് എനിക്കൊരു ബന്ധമുണ്ടോ? എന്തേരം ബന്ധം ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഒരിക്കലും നമ്മൾ ഓർത്ത് കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല. വിശ്വസിച്ചേ കൊണ്ടേയിരിക്കേണ്ട ജീവിതാവസാനം വരെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മളൊരു തുടക്കമാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആ യാത്രയിലുള്ള ആക്സിലറേറ്റ് ചെയ്യാണ്. നമുക്ക് സത്യം അറിയാനും സത്യം നമ്മളെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം ഒന്നുകൂടെ നമ്മൾ നോക്കുന്നു. തന്നോട് തന്നെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട്, കുടുംബം, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ, ഇവരോടെല്ലാം ഉള്ള ബന്ധങ്ങൾ, എല്ലായിടത്തും നമുക്ക് ദൈവിക ജീവൻ സ്വീകരിക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് കിടപ്പുണ്ട്. ആത്മശോധനയ്ക്കായിട്ട് അടുത്തായിട്ട് ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, ജീവിതാവസ്ഥ. ഇപ്പം ഞാനിപ്പം ഒരു ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? വൈഫിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? ഇതെല്ലാം. അപ്പോൾ അവിടെ 2 തലമുണ്ട്. ഒന്ന് ഞാൻ ചെയ്ത പാപങ്ങൾ, മറ്റത് ഞാൻ ഉപേക്ഷയാൽ ചെയ്യാതിരിക്കുന്ന തലം അല്ലേ? ഇത് രണ്ടും എല്ലാം നമ്മൾ ഒന്ന് ക്രമമായിട്ട് ഒന്ന് ഓർത്തിരുന്ന് നമുക്ക് അലിച്ചെഴുതി നമ്മളൊരു അനുതാപം നയിക്കുന്നു. അപ്പം അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ നല്ല കുമ്പസാരം നടത്തുക. കാരണം എന്നാ, ഇത് നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? അഭിഷേകം കിട്ടാൻ പോവുകയാണ് നമുക്ക് ഈ വേണ്ടാത്ത സാധനം എല്ലാം കൂടെ താഴെ വെക്കാൻ പോകുന്ന ഒരു നല്ല കുമ്പസാരം നടത്തുക. എല്ലാ കടങ്ങളും എഴുതിത്തരിക. എല്ലാറ്റിനോടും എല്ലാവരോടും നിരപരാധികം ക്ഷമിക്കുക. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഈ ക്ഷമിക്കെന്ന് പറയുന്നത് അയാളോട് എന്തോ ചെയ്യുന്നൊരു ഉപകാരമാണ്. ഇപ്പോഴാണ് ഞാൻ തമ്പുരാനുമായിട്ട് അടുത്ത് വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അവനുമായിട്ട് ഒരു ബന്ധമല്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. ഈ വെറുപ്പ്, വൈരാഗ്യം, വിദ്യ എല്ലാ സാധനവും എൻ്റെ ഉള്ളിലിരിക്കുന്ന. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് ആയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു സാറ്, പുള്ളിക്ക് ഭയങ്കര അവാർഡ് വരെ കിട്ടി. അങ്ങനെയുള്ളൊരു സാറുമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തമ്പുരാനോട് ചോദിച്ചു, തമ്പുരാനെ ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ നീ എവിടെയായിരുന്നു? അതെനിക്കൊരു ഭയങ്കര, നീ എവിടെയായിരുന്നു? അപ്പോൾ തമ്പുരാൻ കാണിച്ചൊരു കാര്യം, 2 പേരല്ല 3 പേരുണ്ട്. 3ാമത്തെ തമ്പുരാനാണ് അവിടെ കുരിശ് കിടക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്നു അതിനെല്ലാം പാപപരിഹാരം ഈശോ കുരിശ് മരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നൊരു ബോധ്യം ഇതാണ്, എൻ്റെ പാപമല്ല, അദ്ദേഹത്തിൻ്റെയും പാപത്തിനും പരിഹാരം ചെയ്ത് രക്ഷിച്ചു കഴിഞ്ഞു. അദ്ദേഹം മരിച്ചുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം ഞാനത് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ് ഈ അൾസറും ഇതുമായിട്ട് ഞാൻ നടക്കുന്നത്. ഞാൻ ഈ സത്യം അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് ഈശോ കുരിശിൽ മരിച്ചാണ് എൻ്റെ വഴിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വന്ന എല്ലാ പാവങ്ങൾക്കും കുരിശിൽ മരിച്ചാന്ന് അറിഞ്ഞ് ഞാൻ ആ അനുതാപത്തോടെ ക്ഷമിച്ചു കഴിയുമ്പം ഞാൻ ഫ്രീ ആയി. അങ്ങനെ വിശ്വസിച്ച്
നമുക്ക് രക്ഷയിലേക്ക്. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒന്ന്, അപ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നയിക്കാം. രണ്ടാമത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് ദൈവമക്കളാകാനുള്ള കഴിവ്. ആ ദൈവമക്കളാകാനുള്ള വഴി ഇനി ദൈവമക്കളാകുന്നതിനെ കുറിച്ചുള്ള അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാണും. പക്ഷെ ദൈവമക്കളാകാനുള്ള കഴിവ്, പിന്നെ നിത്യജീവൻ. സൂപ്പർ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 എന്ന് പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും ഇതിനകത്തുണ്ട്. ദൈവസ്നേഹമുണ്ട്, പാപാവസ്ഥയുണ്ട്, ദൈവം നമ്മളെ രക്ഷിച്ചെന്ന് പറയുന്നുണ്ട്, അവനിൽ വിശ്വസിച്ച് നമുക്ക് നിത്യജീവനിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 6:47 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. തമ്പുരാൻ്റെ വചനമാണ്. വിശ്വസിക്കുന്നതിൻ്റെ വചനം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഒരു വ്യക്തി, യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം, ഇടയ്ക്ക് നമ്മൾ പറയും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല. നീ ആരെ വിശ്വസിക്കുന്നോ അവനാണ് രക്ഷിക്കുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കണം. ഒരു വ്യക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ വ്യക്തിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മൾ എവിടെ 10 കുഷ്ഠരോഗികളുടെ ആ കുഷ്ഠരോഗി വന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കിനാണ് അവൻ കർത്താവാണ്, ഇവൻ രക്ഷകനാണ്, സ്തുതിച്ച് അങ്ങോട്ട് അവൻ്റെ പോയവൻ എന്താണ് ഗുരു എന്ന് പറഞ്ഞിട്ട് പോയവനാണ് തിരിച്ചു വരുമ്പോൾ കാൽക്കൽ വീണിട്ടാണ് സാഷ്ടാംഗം പ്രണയിക്കുക. അതായത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞങ്ങോട്ട് പറയുമ്പോൾ ഈശോനോട് പറയുന്നു, നിന്റെ രക്ഷകനെ നീ കണ്ടുമുട്ടിയിരിക്കുന്നു. വചനത്തില്ല, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാണ്. നിന്റെ രക്ഷകനെ നീ കണ്ടുമുട്ടിയിരിക്കുന്നു, നിന്റെ കർത്താവിനെ നീ കണ്ടുമുട്ടിയിരിക്കുന്നു, നീ ആരാ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നീ അവനെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നത് കൊണ്ട്, എന്നിട്ട് വചനത്തിൽ പറയുന്നതാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. പിന്നെ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ താമസിച്ചൊക്കെ വന്ന് വിശ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. കുറേ നാൾ കർത്താവിനെ അന്വേഷിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. കർത്താവല്ല, ദൈവാനുഭവം അന്വേഷിച്ച് നടന്നതാണ്. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു ഇവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു വ്യക്തിക്ക് പോലെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, താമസിച്ചു പോയി. ഈ പറഞ്ഞ പോലെ ബോബി ചേട്ടനും എന്നെയും ജീസസ് യൂത്തിൽ വിളിച്ചാണ് ഏകദേശം 1991. എന്നെ ഒരു കോളേജ് വിളിച്ചു, ഞാൻ ആ വഴിക്ക് പോയില്ല. അതാണ് പ്രത്യുത്തരത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ചേട്ടൻ പോയി. അപ്പം ചേട്ടൻ അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് സംഭവം. ഞാൻ 5 മണി വരെ അവിടെ പണിയൊന്നും ഇല്ലാതെ കൊലുവേലയില്ലാതെ വിഷമിച്ചിരുന്നിട്ട് ഈക്വൽ പ്രതിഫലം കിട്ടിയെന്നൊന്നും പറയല്ല കേട്ടോ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ വിഷമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പീഡനം. അപ്പം ആ ഉപമയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ആ വ്യക്തികൾ, പണിയില്ലാത്ത വ്യക്തികൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഇരിക്കുകയായിരുന്നേ. അപ്പം അങ്ങനെ പീഡനമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് വിളിച്ചാൽ പോലും ഇതിൽ കൂടെ ലാസ്റ്റ് ഒന്നും വിളിക്കാനല്ലോ. അപ്പം നമ്മുടെ കാര്യം അറിയേണ്ടത്, നമ്മൾ താമസിച്ചിട്ടില്ല. ചൈനീസ് പ്രോവർബ് പറയുന്ന പോലെ ഒരു വൃക്ഷം വെക്കാൻ, ഒരു മരം വെക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം 20 വർഷം മുമ്പായിരുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ബെസ്റ്റ് സമയം ഇപ്പോഴാണ്. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാനുള്ള സമയം നമ്മുടെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം ഇപ്പോഴാണ്, ഇന്നാണ്. അപ്പം അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാവനും അവൻ്റെ നാമത്തിൽ പാപമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മുടെ പാപങ്ങളെ നോക്കിയിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ നോക്കി, അവൻ്റെ സ്നേഹത്തെ നോക്കി, ആ സ്നേഹത്തിനും ഞാനും ഇടയ്ക്കുള്ള പാപത്തിനെ കാണുക, ആ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചിരിക്കുക കിടക്കുന്നത് കാണുക. 2 കൈ നീട്ടി നമ്മൾ അവനെ കർത്താവ് യേശുവായിട്ട് ക്രിസ്തു മിശിഹായുമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ നൽകുന്ന ദാനമായ വിശ്വാസം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപവും അനുതപിച്ച് അവനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോയ് പിതാവ് എയർപോർട്ടിലാണ്, യാത്രയിലാണ്. അതിനിടയിൽ നിന്ന് ജോയ് പിതാവ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പിതാവേ, പ്ലീസ് ഇപ്പൊ സംസാരിക്കാം. എനിക്ക് അധിക സമയം എടുക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒരു എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോ ഞാൻ ഉള്ള സമയം, ഞാൻ ഇവിടെ വൈഫൈ കിട്ടാൻ ഇച്ചിരി താമസം വന്നു. ഇപ്പൊ വൈഫൈ കിട്ടിയത്, അപ്പൊ കണക്റ്റഡ് ആയി. അപ്പൊ നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ പെന്തക്കോസ്ത തിരുനാളാണ്. ഈ ദിവസങ്ങള് നമ്മളെ സംബന്ധിച്ച് ദൈവകൃപയുടെ ഒരു വലിയ വർഷക്കാലമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഒരു വാഹനം ഓടണമെങ്കിൽ അതിന് ഒരു ഫ്യൂവല്, ഒരു ഇന്ധനം ആവശ്യമാണ്. അതുപോലെ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്.
അപ്പൊ പരിശുദ്ധാത്മാവ് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഒരു കപ്പല്, പണ്ടൊക്കെ പായ്ക്കപ്പല് പോയിരുന്നത് കാറ്റിന്റെ ശക്തിയാലാണ്. അപ്പൊ ആ കാറ്റ് പോലെയാണ് പരിശുദ്ധാത്മാവ്. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നാം അറിയുന്നില്ല. അപ്പൊ നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവം അതിനിഷ്ടപ്പെട്ടവരെ അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക. പരിശുദ്ധ മാതാവിൻ്റെ കൂടെ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അയച്ച പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഇന്നും അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ആത്മാവ് നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട്. അത് ഓരോ കൂദാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഓരോ പ്രാർത്ഥനാ അവസരങ്ങളിലൊക്കെ ഈ ആത്മാവിനെ നമ്മൾ കൂടുതലായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ കൂടി വരുമ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എല്ലാം മുന്നോട്ട് പോകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ കമ്മ്യൂണിറ്റിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടെ നിന്ന് കണ്ടറിയണമേ. ഇവരോടൊപ്പം അവിടെ നിന്ന് സഞ്ചരിക്കണമേ. ഇവരുടെ എല്ലാ പരിശ്രമങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കണമേ. ഇവരുടെ എല്ലാ അസ്വസ്ഥതകളെയും അവിടുന്ന് മാറ്റിയെടുക്കണമേ. ഇവരുടെ എല്ലാ പരിശ്രമങ്ങളിലും അവിടുന്ന് ഇവരോടൊപ്പം സഞ്ചരിക്കുകയും ഇവരെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവർ പഠിക്കുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിന് ഉപയുക്തമായ വിധത്തിലും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിൽ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പിതാവേ, താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇപ്പം എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഓടി കയറിയതിന് ഒത്തിരി നന്ദി. അതെ നന്നായി. ഒരു 5 മിനിറ്റ് ഓ ഓക്കെ കേട്ടാ, നമുക്ക് കാണാം. ഓക്കെ പിതാവേ, താങ്ക് യു. ശരണ്യ മോളെ കണ്ടിന്യൂ. വളരെ തിരക്കേറിയ സമയത്തും പിതാവ് പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തു, നമ്മെ ആശീർവദിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട പിതാവിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നിങ്ങൾക്കുള്ള അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് വോയിസ് മെസ്സേജായി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ജൂൺ മാസം 16 മുതൽ 21 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 or 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ജൂണിൽ ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്നു താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ മിസിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കുക. അനോണിമസ് ആയ യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു.
മിസിയോ കുടുംബത്തിൽ നിന്നും പണി കഴിപ്പിച്ച മൂന്നാമത്തെ ഭവന നിർമ്മാണം അതിന്റെ പരിപൂർത്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്റീരിയർ വർക്കുകളാണ് നടക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. അടുത്തത് ഇന്നത്തെ സെഷന്റെ വൈൻഡപ്പ് സെഷനാണ്. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിനായി നമ്മോടൊപ്പമായിരിക്കുന്നത് പ്രിയ ആലിസുകുട്ടി ആന്റിയാണ്. ആന്റിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്തോ അലിശേച്ചി, താങ്ക് യു അലിശേച്ചി വിളിച്ചതിന്. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ഇങ്ങനെ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് മനസ്സിലാക്കുമായിരുന്നു. നമ്മുടെ പ്രൊക്ലമേഷനിലൂടെയും അതുപോലെ ടെസ്റ്റ് മണിയിലൂടെയും സ്ലൈഡ് പ്രസൻറ്റേഷനിലൂടെയൊക്കെ നമ്മളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. മ്യൂട്ടാണ്. ആ, ഓക്കെ. പ്രാരംഭ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെട്ടിട്ട് സുവിശേഷം കൊടുക്കുക എന്നുള്ള അതിന് പരിശീലനം നേടുന്ന കോഴ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്, മനസ്സിൽ വെക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2000 വർഷങ്ങൾ ആകുന്നു അല്ലേ? അപ്പോൾ അതിനും അപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് രക്ഷ നേടി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്ഷ അവിടെ ഗൗൽത്തായിൽ കുരിശിൽ അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചപ്പോൾ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെടുകയും അവനെപ്പോലെ തന്നെ നമ്മൾ സ്വർഗത്തിൽ മഹത്വത്തിൽ എത്തിപ്പെടുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുക. പക്ഷേ ആ രക്ഷ അവിടെ നേടി വെച്ചിട്ടുണ്ട്. അത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ളവർക്കും എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് കിട്ടുമോ അവിടെ ഇരുന്നാൽ? അതിന് ദൈവ മനുഷ്യ പങ്കാളിത്തം വേണം. ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ, ഈ രക്ഷാകര പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഈ പദ്ധതിയോട് സഹകരിക്കണം. അതിന് പ്രത്യുത്തരം കൊടുക്കണം. എങ്ങനെയാണ് പ്രത്യുത്തരം കൊടുക്കേണ്ടത്? നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ഏറ്റുപറയണം. അത്തരം കൊണ്ട് അത് ഏറ്റുപറയണം. ഈശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞ് എന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് എന്ത് ചെയ്യണം? നാം അത് വിശ്വസിക്കുകയും അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇതാണ് സുവിശേഷം. എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ഈശോ കുരിശിൽ മരിച്ചു, അവൻ ഉയർത്തതുകൂടി എൻ്റെ പാപങ്ങൾക്ക് നീതീകരണം, മോചനം ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം, സുവിശേഷം. ഇതാണ് നമ്മൾ വിശ്വസിച്ച് നമ്മളെ തന്നെ സുവിശേഷവൽക്കരിക്കേണ്ട സുവിശേഷം ഇതാണ്. അപ്പം ഈ നമുക്കറിയാം, ഈ സുവിശേഷം സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന് പ്രത്യുത്തരം കൊടുക്കേണ്ടത് എന്താണ്? ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ കറണ്ടും ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ അന്ധകാരമാണ്, വെളിച്ചമില്ല. എന്ത് ചെയ്യണം? എനിക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ, എനിക്ക് ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ, കറണ്ട് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് വലിക്കണം അല്ലേ? ആ ലൈൻ വലിക്കണം. അപ്പോൾ ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിട്ട് യേശുവേ രക്ഷക എന്നൊന്ന് വിളിക്കുമ്പം അവിടുന്ന് നമ്മെ ഒന്ന് നോക്കും. അതൊരു ലൈൻ ഇടലാണ് അല്ലേ? അപ്പോൾ ആ ലൈൻ ഇടുമ്പോൾ ആ നോട്ടത്തിലൂടെ നമ്മൾ ഈശോയുടെ നോട്ടത്തിലേക്ക്, ഈശോയുടെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കി. ഈശോ നോക്കുന്നത് നമ്മുടെ ഭംഗി സൗന്ദര്യവും എങ്ങനെ ഇരിക്കുന്നൊന്നും അല്ല, തടിയുണ്ട മെലിഞ്ഞിട്ടാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും. പത്രോസ്ലീഹായെ ഒന്ന് നോക്കിയില്ലേ? ബന്ധനസ്ഥലായിരിക്കുമ്പോൾ പത്രോസ്ലീഹായെ നോക്കിയപ്പം പത്രോസ്ലീഹായുടെ ഹൃദയത്തിലേക്ക് പത്രോസും കൂടി നോക്കി ഈശോ നോക്കുന്നിടത്തേക്ക്. അപ്പോഴാണ് പത്രോസ്ലീഹായ്ക്ക് എന്ത് ചെയ്തത്? ആ ഒരു ചെയ്ത തെറ്റിനെ കുറിച്ച്, ഞാൻ എൻ്റെ ഗുരുവിനെ നിഷേധിച്ചു പറഞ്ഞു എന്നുള്ള ബോധ്യം വരികയും ഹൃദയം നൊന്ത് കരയുകയും ചെയ്തു. അതുപോലെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പം, യേശുവെ രക്ഷകാന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ കാത്തിരിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് തന്നെ കാണാം. ഈശോയുടെ കണ്ണുകളിലൂടെ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഹൃദയത്തിലേക്ക്. അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന പോലെ നമ്മൾ ചെയ്ത പാപങ്ങളിലേക്കാണ് അതൊന്ന് തരുമോ എന്നാണ് ഈശോ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആ പാപങ്ങളെല്ലാം
പ്രത്യുത്തരമായിട്ട് എന്ത് ചെയ്യണം? എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്ന ഈശോയ്ക്ക് നമ്മൾ എൻ്റെ പാപങ്ങൾ വിട്ടുകൊടുക്കണം, എൻ്റെ പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അത് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് ഒന്നും വിട്ടുപോകാതെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പരമപ്രധാനം. ഇതാണ് പ്രത്യുത്തരം കൊടുക്കുക എന്ന് പറയുന്നത്. വിശ്വസിക്കുക, എന്നിട്ടതിന് പ്രവൃത്തിയിലൂടെ പ്രത്യുത്തരം കൊടുക്കുക. അത് നല്ല ഒരു കുമ്പസാരത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരും കേട്ടോ. പാപങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരും. അവിടുന്ന് നമുക്ക് അവിടുത്തെ കൃപ ഇങ്ങനെ ഒഴുകും നമ്മുടെ പാപങ്ങളെല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ അതങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ് അല്ലേ ഈ രക്ഷ സ്വന്തമാക്കാൻ. അപ്പോൾ ഈശോ പാപമോചന അധികാരം കൊടുത്തിട്ടുള്ളവർക്ക് അതായത് വൈദികനോട് ഏറ്റു പറയണം. അങ്ങനെ വരുമ്പോൾ ഈ സഭയിൽ എത്രമാത്രം കടങ്ങൾ, എത്ര വലിയ കടബാധ്യതയാണ് നമുക്കുള്ളതെങ്കിലും, പാപകടങ്ങളാണുള്ളതെങ്കിലും അത് വീട്ടാൻ മാത്രമുള്ള സമ്പത്ത് മുഴുവനും ഈ സഭയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈശോ. അപ്പം നമ്മളതങ്ങോട്ട് പറഞ്ഞാൽ മതി, ആ കടങ്ങളെല്ലാം വീടിക്കോളും. നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും, കൊലപാതകം ചെയ്തിട്ടുണ്ടോ, കവർച്ച നടത്തിയിട്ടുണ്ടോ, കട്ടെടുത്തിട്ടുണ്ടോ, എന്ത് തന്നെ ഇതെല്ലാം കൂടെ ചെയ്തിട്ടുണ്ടോ, നമ്മൾ വിഷമിക്കുകയേ ചെയ്യരുത്. അതെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈശോ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗ്ഗാരോഹണം ചെയ്ത് നമ്മളെ മഹത്വത്തിലേക്ക് ഇന്ന് നമ്മളിപ്പോൾ ഈ നിമിഷം മരിച്ചാൽ നമ്മൾ നിത്യനാശത്തിലേക്ക് പോകാനിരുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇനി നമ്മൾ മരിച്ചാൽ ഇത് വിശ്വസിച്ച് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് നരകത്തിലേക്ക് പോകില്ല, നിത്യ ജീവനിലേക്ക് പ്രവേശിക്കും. അതാണ് അവൻ്റെ വാഗ്ദാനം. അപ്പോൾ നമ്മൾ പാപമില്ലെന്ന് പറയരുത്. 1 യോഹന്നാൻ 1:8 പറയുന്നുണ്ട്, എനിക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുന്നു. നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു? പാപം അഡ്മിറ്റ് ചെയ്തു. ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. എല്ലാവരുടെയും കല്ല് താഴെയിട്ട്, അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയുടെ പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ അല്ലേ. ഇന്ന് ഈ പാപബോധമാണ് നമുക്കില്ലാത്തത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പാപബോധം കിട്ടിയാലാണ് നമുക്ക് നല്ല കുമ്പസാരം നടത്താൻ പറ്റുക. അപ്പം അതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ആഴ്ചയിൽ മുഴുവനും ഒരുങ്ങാം. അപ്പം ഈ സബ് ഗ്രൂപ്പുകളിലെ വചനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പം ഇതെല്ലാം ഇരുന്ന് ധ്യാനിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ കണ്ടെത്തി, നമ്മുടെ ബോബി സാക്ഷ്യം പറഞ്ഞു കുമ്പസാരം ഓടിപ്പോയി കുമ്പസാരിക്കുന്നു അല്ലേ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഒരു ബോധ്യം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ദൈവം തരും. ഞാനിപ്പോൾ ഓർക്കാം, ഇന്ന് നമ്മുടെ മിസ്സിയോ ഇറക്കുന്ന ഓൺലൈൻ പ്രസിദ്ധീകരണമായ മിസ്സിയോ വൈബ്സ് ഇന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിലൂടെ ഒന്ന് കടന്നു പോയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു പറയാം, നമ്മുടെ പ്രിയപ്പെട്ട ആലിസ് ചേച്ചിയുടെ ഒരു ചെറിയ ലേഖനം അതിനകത്തുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വിശദീകരിക്കുകയാണ് അതിനകത്ത് ആലിസ് ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആലിസ് ചേച്ചി ചോദിക്കുക, ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഒരു മിഷണറി ആകാൻ ആഗ്രഹിച്ചു എന്ന്. പക്ഷേ ആലിസ് ചേച്ചിയുടെ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ ധാരാളം മിഷണറിമാരെ വാർത്തെടുക്കാനായിട്ട് ആലിസ് ചേച്ചി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ ദൈവം കൊടുക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് അത് ചോദിച്ചാൽ നമ്മളെ വിശുദ്ധരാക്കും. വിശുദ്ധന്മാരും വിശുദ്ധകളും ആക്കുമെന്ന് മാത്രമല്ല, നമ്മളിലൂടെ ധാരാളം പേരെ വിശുദ്ധ ജീവിതത്തിലേക്കും നയിക്കാനായിട്ടൊക്കെയുള്ള വഴികൾ അവിടുന്ന് തുറന്നു തരും. അത്രമാത്രം കാരുണ്യവാനാണ് ഈശോ. അപ്പം ഇത് മനസ്സിൽ വയ്ക്കുക. നല്ല കുമ്പസാരം നടത്തി വിശുദ്ധിയിലേക്ക് വരാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു വത്സമ, താങ്ക് യു വെരി മച്ച്. നമ്മളിപ്പം എല്ലാവരിലൂടെയും ജോർജ് ഭട്ടൂരിലും ബോബിയും ജോജോയും വത്സമ എല്ലാവരും പറഞ്ഞതിലൂടെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്കിത് ക്ലിയർ ആയി അല്ലേ. ഇപ്പൊ പിതാവ് പറയുകയായിരുന്നു നാളെ പന്തക്കുസ്തായിക്കുള്ള ഒരുക്കവുമാ. ശരിക്കും ഇതൊരു നല്ല പ്രിപ്പറേഷൻ ആയി. ഈ നന്നായിട്ട് ഇന്നങ്ങോട്ട് ഒരുങ്ങിയാൽ കർത്താവ് പോയി കുമ്പസാരിക്കാനൊന്നും കാത്തു നിൽക്കില്ല. റെഡി ആകുമ്പോൾ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിനെ തരും. അവനാണ് സുവിശേഷത്തിൽ പറഞ്ഞില്ലേ, അതായത് അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കൃപ അവൻ കൊടുത്തെന്ന്. പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ സമൃദ്ധമായി അച്ഛമ്മ പറഞ്ഞു. അതായത് സഭയില് കർത്താവ് ജോജോ അവരെല്ലാവരും പറഞ്ഞപ്പോ എല്ലാം ക്ലിയറായി. അതായത് അവർ പറഞ്ഞില്ലേ, അതായത് അനുരഞ്ജനവും ഭാവപരിഹാരവും നീതീകരണവും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഒക്കെ നമുക്കായിട്ട് നേടിത്തന്നു. നമ്മൾ ഇന്ന് ഇതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് ചെന്നിട്ട് ഈ അനുരഞ്ജനം പറഞ്ഞില്ലേ, ക്ഷമിക്കാൻ ചോദിക്കുക,
നമ്മൾ നമ്മുടേതാക്കിയാൽ മതി. പാപപരിഹാരം, കർത്താവ് പരിഹാരം എല്ലാം ചെയ്ത് കടം വീട്ടി വെച്ചിരിക്കുക. നമ്മള് കർത്താവ് വീട്ടിയ കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് ഇതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടി വീട്ടി എന്നുള്ള ഒരു ചെക്കെടുത്ത, അതായത് പരസ്യം പറഞ്ഞില്ലേ, സഭയാകുന്ന ബാങ്കിൽ ഈശോ പണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. നിങ്ങൾക്ക് ഞാൻ ആ അധികാരം തരുന്നു. ആരുടെ പാപങ്ങൾ മോചിക്കുമോ അത് മുഴുവൻ മോചിക്കപ്പെട്ടിരിക്കും. അത്ര വലിയൊരു അധികാരമാണ് സഭയ്ക്ക് പൗരോഹിത്യത്തിലൂടെ കർത്താവ് തന്നിരിക്കുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് നമുക്കായിട്ട് നിക്ഷേപിച്ചിരിക്കുന്ന സമ്പത്തിൽ നിന്ന് ചെക്ക് എഴുതിയെടുക്കുന്ന പോലെ ഇത്രയും പാപങ്ങൾക്ക് പരിഹാരം ഈശോ ചെയ്തു കഴിഞ്ഞാണെന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുക. അപ്പൊ എത്ര പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ സമൃദ്ധിയായി. ആ ഏറ്റുപറച്ചിലാണ് ആ ഒരു പാപപരിഹാരം നമ്മുടേതാക്കാൻ. പിന്നെ കർത്താവ് പരിഹാരം എല്ലാം ചെയ്ത് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ആരും പേടിക്കേണ്ട, എല്ലാ അധികാരവും എനിക്കാ. യോജ പറഞ്ഞപ്പോ പറഞ്ഞു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല, നീതീകരിച്ച് നിൽക്കുക. പിന്നെ നമുക്ക് നന്ദി പറഞ്ഞാൽ പോരെ, എന്റെ കർത്താവേ നന്ദി എന്നും പറഞ്ഞിട്ട് ശരിക്ക് ദൈവമക്കളായിട്ട് ശരിക്ക് നാളത്തെ പെന്തക്കോസ്ത് അനുഭവം ശരിക്ക് നാളത്തേക്കൊന്നും കാത്തിരിക്കണ്ട. കർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യുന്നു. ഇപ്പൊ തന്നെ പണ്ട് കൊർന്നേലിയൂസ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയൂസിന്റെ വീട്ടില് പത്രോസ് പോയി പ്രസംഗിച്ച ഓർക്കുന്നുണ്ടോ? വിജാതീയര് ഇതൊന്നും ഇല്ലാത്ത പാർട്ടികളുടെ മുമ്പിൽ പോയി യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും പേരും പരിശുദ്ധാത്മാവെന്ന് വച്ചത്രേ. അത് കഴിഞ്ഞ് അവർക്ക് മാമോദിസ പോലും കൊടുക്കുന്നത്. നമ്മൾ ശരിക്കൊരു തുറന്ന ഹൃദയത്തോടെ, ഗോപിയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായില്ലേ, തുറന്ന ഹൃദയത്തോടെ നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവം കൊണ്ട് നിറയും. ശരിക്കും സ്നേഹം നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകും. അപ്പൊ നമ്മൾ ദൈവമക്കളായി. ഇല്ല, എല്ലാ സ്വീകരിച്ചവർക്ക്, അവനിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ്, കൃപ അവൻ നൽകി. ശരിക്കും നമ്മൾ ദൈവമക്കളാണെന്നും ഈശോയുടെ കൂടെ നിന്നിട്ട് സെലിബ്രേറ്റ് ലൈഫ് ശരിക്കും ആഘോഷമായിട്ട് അങ്ങോട്ട് ജീവിച്ചാൽ മതി. ഇനിയും കരഞ്ഞു വിളിച്ചൊന്നും കുമ്പസാരമെന്നൊന്നും പറയുന്നത് കരഞ്ഞു വിളിക്കുന്നതല്ല, മറിച്ച് എനിക്ക് ഇത്രയും കർത്താവ് വെച്ചിരിക്കുന്നത് കൃപ, സമൃദ്ധമായ കൃപ എഴുതിയെടുക്കുന്ന ചെക്കെഴുത്താണെന്നുള്ള ബോധത്തോടെ നമുക്ക് കുമ്പസാരിക്കും. കുമ്പസാരിച്ച കഥയൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? രോമത്തിനിടയ്ക്ക് പറിക്കുന്നവർക്ക് ഭയങ്കര ടണ്ണ് കണക്ക് ഭാരത്തോടെ പോയിട്ട് കുമ്പസാരം കഴിഞ്ഞപ്പോ പറന്ന് നടക്കുന്നവരെ തിരിച്ചു വരാറായില്ലേ. ഈ ആഴ്ച നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ചുമ്മാ ജോജ പറഞ്ഞു കേട്ടില്ലേ, ക്ഷമിച്ചതും ക്ഷമ ചോദിച്ചതും ഒക്കെ എല്ലാരോടും ക്ഷമിച്ച്. കാരണം ഭൂലോകത്തുള്ള എല്ലാരും നമ്മുടെ കുടുംബമാ. ഫ്രാൻസിസ് പാപ്പ ഒക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, റത്തേലി തൂത്തി സകലരും കുടുംബം, ആൻഡ് ദ എർത്ത് ഈസ് അവർ കോമൺ ഹോം. ഇത് നമ്മുടെ കുടുംബ വീടാ, ഇവിടെ ഉള്ളത് മുഴുവൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. അങ്ങനെ ഒരു ആ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആഴ്ചയാകട്ടെ. ബെസ്റ്റ് വിഷസ്. നമുക്ക് പന്തക്കുസ്ത ഇപ്പൊ തന്നെ ശരിക്കും പന്തക്കുസ്ത അനുഭവത്തിലേക്ക് വരാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. ആമേൻ. അതിസൂട്ടി ആന്റി, വത്സമ ചേച്ചി, ഒത്തിരി നന്ദി. ഇനി നമുക്ക് സമാപന സന്ദേശം നൽകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മെ ആശീർവദിക്കുന്നതിനുമായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് പുത്തൂർ രൂപതയുടെ BEC ഡയറക്ടറും സുവിശേഷ സംഘത്തിന്റെ റീജിയണൽ ഡയറക്ടറും വത്തോടി അസംഷൻ ഇടവകയുടെ വികാരിയും കടബ കൃപാകിരണിന്റെ ഡയറക്ടറുമായ സ്നേഹബഹുമാനപ്പെട്ട ജൂബി പീറ്റർ അച്ഛനാണ്. ജൂബി പീറ്റർ അച്ഛനെ ഏറെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവേശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പെന്തക്കോസ്തയുടെ ഈ രാത്രിയിൽ ഒന്നിച്ചു കൂടാനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൃപയാണ്, ദൈവത്തിന്റെ ഒരു വലിയ എനിക്ക് കിട്ടിയൊരു വലിയ സമ്മാനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ആലിസുർ ചേച്ചിയെ ഒന്നുകൂടെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നത് ഒരു വലിയ സന്തോഷം ഞാൻ പങ്കുവെച്ചുകൊണ്ട് തന്നെ ആരംഭിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സന്ദേശം വിശ്വാസ പ്രത്യുത്തരമാണല്ലോ.
വാസ്തവത്തില് വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയോടുള്ള പ്രത്യുത്തരമാണ്. ഇത് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഈ വിശ്വാസ പ്രത്യുത്തരത്തിന് ദൈവ വിളിക്കും. ആദത്തോടാണ് ആദ്യം ദൈവം വിശ്വാസ പ്രത്യുത്തരം ആവശ്യപ്പെട്ടത്. എപ്പോഴാണ് നമുക്കറിയാം? ആദം പാപം ചെയ്ത് ഒളിച്ചിരുന്നപ്പോഴാണ് വിശ്വാസ പ്രത്യുത്തരം ദൈവം ആവശ്യപ്പെടുകയായിരുന്നു. സ്നേഹമുള്ളവരെ, അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ദൈവവിളികളും നമ്മൾ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് പാപം വർദ്ധിച്ചപ്പോഴും പാപത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് വിശ്വാസ പ്രത്യുത്തരം നൽകാൻ ദൈവം ആവശ്യപ്പെടുന്നത്. എല്ലാ ദൈവവിളികളും നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ശക്തി വലുതാണ്, ആറ്റം ബോംബ് പോലാണ്. ഒരു തരിമതി. വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു തരിമതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം പാപത്തോട് ഒരു തരി പോലും കോംപ്രമൈസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഈ തരി വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കുമ്പസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും പാപം എല്ലാം കഴുകി കളഞ്ഞു നമ്മൾ ചിലപ്പം ചിന്തിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ കുമ്പസാരിക്കുന്ന ഈ പാപ വിഷയങ്ങളുണ്ടല്ലോ, ചില പാപ വിഷയങ്ങൾ, നമ്മൾ ചില പാപങ്ങൾ ചെയ്തു, നമ്മൾ കുമ്പസാരിച്ചു, ആ വിഷയം ഒരു പ്രത്യേക പാപം നമ്മൾ ചെയ്ത് നമ്മൾ കുമ്പസാരിച്ചു കഴിഞ്ഞ് ആ പാപം തന്നെ ഇച്ചിരൂടെ കൂടുതൽ മാധുര്യമുള്ള രീതിയിൽ ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉദാഹരണത്തിന്, ഞാൻ മദ്യപിച്ചു എന്നിരിക്കട്ടെ. മദ്യപിച്ച ഞാൻ മദ്യപാനം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ കുമ്പസാരിച്ചു. അന്നേരം കുമ്പസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഒരു വളരെ പഴക്കമുള്ള മുന്തിയ ഇനം സാധനം വിദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ എൻ്റെ കുമ്പസാരത്തിന്റെ അഭിഷേകം എനിക്ക് ഒരു തരി പോലും ആ അവസ്ഥയിൽ എനിക്ക് അതിനോട് താല്പര്യമില്ലായ്മ തോന്നുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്നേഹമുള്ള, ഇത് ഏത് പാപത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ ആത്മശോധന ചെയ്യുക. പാപം, സ്നേഹമുള്ളവരെ, ഇതാണ് പ്രത്യുത്തരം. നമ്മളിങ്ങനെ പ്രത്യുത്തരിക്കുമ്പോൾ കർത്താവ് നമുക്ക് കൃപാവരങ്ങൾ തന്നുകൊണ്ടിരിക്കും. വിശ്വാസ ജീവിതത്തിൽ നമ്മെ ദൈവം സമ്പന്നരാക്കിക്കൊണ്ടിരിക്കും. എന്തിനാ? നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? നമ്മള് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാരാകാനാണ്. അതായത് ഈ പ്രപഞ്ചത്തെ സുന്ദരമാക്കാൻ വേണ്ടി. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ എന്തോ ഒരു വേദനാജനകമാണ്. നമുക്കറിയാം, ജാതി മത ഭേദമന്യേ സകല മനുഷ്യരും ഇന്ന് വേദനയോട് കാണുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. എല്ലാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിശ്വാസ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യത്വം തകർന്നു പോകുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അമ്മയും മക്കളും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ പരസ്പരം. സ്നേഹമുള്ളവരെ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും, കുടുംബങ്ങൾ തകർന്നു പോകും. ഇതിന് കാരണം എന്താണ്? വിശ്വാസ തകർച്ചയാണ്, വിശ്വാസ ജീവിതത്തിന് തകർച്ചയാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ സന്ധ്യയില് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട്, പ്രത്യേകിച്ച് പെന്തിക്കോസ്തിയുടെ ഈ സന്ധ്യയില് നമുക്ക് പരിശുദ്ധാത്മ ചൈതന്യത്തില് നമുക്ക് ജീവിക്കാം. ഞാനിപ്പം താമസിക്കുന്നത് കടവയിലല്ല കേട്ടോ, ഞാൻ താമസിക്കുന്നത് ഇപ്പോഴ് മൈസൂറാണ് ഞാൻ താമസിക്കുന്നത്. മൈസൂര് നിങ്ങൾക്ക് സ്വാഗതം. മൈസൂറൊക്കെ ഈ ഏരിയയിലൂടെ വന്നാൽ ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു മീറ്റിംഗ് തന്നെ നടത്താൻ സൗകര്യമുണ്ട്. നിങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് അൽസൂടി ചേച്ചി, നമുക്ക് ഒന്നിച്ചൂടെ കൂടാൻ സൗകര്യമുണ്ട്. ഞാന് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം ചുമതലകളൊക്കെ ഇപ്പോഴും തന്നെ ഉണ്ട്. താമസം ഇങ്ങോട്ട് മാറ്റി. പിന്നെ പറഞ്ഞ പോലെ ഈ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന ആളുകളെ, അവരുടെ കൂടെ നിന്ന്, അവർക്കൊപ്പം നിന്ന്
നമ്മള് ഈ വാഴയ്ക്കൊക്കെ ഊന്ന് കൊടുക്കുന്ന പോലെ അവരുടെ കൂടെ ഒന്ന് നിന്ന് ഒരു ഊന്ന് വടിയായിട്ട് നിന്ന് ഒരു ചെറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാസ്തവത്തില്. അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സ്നേഹമുള്ളവരെ, ഇതിനോടകം തന്നെ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഒരു 125-130ഓളം ആളുകളെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തി 1 മാസത്തോളം 21 ദിവസമൊക്കെ നിർത്തി അവർക്ക് മനുഷ്യത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. മതഭേദമന്യേ ഹിന്ദുക്കളൊക്കെ ഉണ്ടായിരുന്നു. പലരും വന്ന് എൻ്റെ കൂടെ നിന്ന് ഈശോയെ കണ്ടിട്ടാ പോയെ. ഞാൻ കണ്ടു, ഈശോയെ കണ്ടു പോകുന്നത് ഞാൻ കണ്ടു. മനുഷ്യര് അവർ ഈശോയെ കണ്ടിട്ടാ പോയെ. നമുക്കറിയാം, പാപം ഉപേക്ഷിക്കുമ്പോഴ് ഈശോയാ രൂപപ്പെടുന്നത്. ഈശോ മനുഷ്യന്റെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യന്റെ രൂപമല്ലേ ഈശോ എന്ന് പറയുന്നത്. ആദത്തിന്റെ ആദ്യ രൂപം, പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിന്റെ ആദ്യ രൂപമാണ് ഈശോ എന്ന് പറയുന്നത്. ആ ഈശോ രൂപപ്പെടുകയാണ് പാപം ഉപേക്ഷിക്കുമ്പോൾ. വിശ്വാസത്തിന്റെ പ്രത്യുത്തരം എന്ന് പറയുന്നത് ഈശോ രൂപപ്പെടലാണ്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈറ്റുനോവാനും ഈശോ രൂപപ്പെടുന്നവരെ ഞാൻ വേദന അനുഭവിക്കുന്നെന്നാ പറഞ്ഞത്. വിശ്വാസത്തിന് പ്രത്യുത്തരം. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ഈശോയെ രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ സമൂഹത്തിൽ ഈശോ നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്, മനുഷ്യത്വം ഇല്ലാതാകുന്നത്, മനുഷ്യ നന്മകൾ ഇല്ലാതാകുന്നത്. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നല്ല ദൈവമേ, ഈ പെന്തിക്കോസ്തിയുടെ തലേ ദിവസം ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് അവിടുന്ന് ഈ അഭിഷേകമുള്ള നിന്റെ പ്രിയ മക്കളോടൊന്നിച്ച് നിന്റെ ശുശ്രൂഷയിൽ സന്തോഷം കണ്ടെത്തുന്ന വിശ്വാസ പ്രത്യുത്തരം ഓരോ ദിവസവും വളരെ സ്പഷ്ടവും വ്യക്തവുമായി നൽകാൻ ഒത്തിരി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് ഈ മിസ്സിയോ ടീമിനോട് ചേർന്ന് കർത്താവേ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കുന്ന, അതിനുവേണ്ടി ദാഹിക്കുന്ന ഈ പ്രിയ മക്കളോട് ചേർന്ന് കർത്താവെ, അങ്ങേ സ്തുതിക്കാനും ആരാധിക്കാനും അങ്ങേ മഹത്വപ്പെടുത്താനും തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ടവരെ, ഇവരുടെ പരിശ്രമത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. താങ്ക് യു സോ മച്ച്. മംഗളങ്ങൾ അച്ഛനും. ആയുസ്സുടി ചേച്ചി, സുഖം എല്ലാവർക്കും? ടോമൻ ചേട്ടാ, രണ്ടുപേരെ മാത്രമേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേറിയാ മതി, എല്ലാരെയും പഠിക്കാൻ കേട്ടാ. ഓക്കെ എടുക്കണായിരിക്കുന്നു. സന്തോഷം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. എന്നുമുണ്ട് പ്രാർത്ഥനയിലുണ്ട്. മിസ്സിയോയെ ആലിസ് ചേച്ചിയെ ഓർക്കാത്ത ദിവസങ്ങളില്ല കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും കിട്ടിയ പ്രാർത്ഥന അച്ഛന്റെ. ഒത്തിരി സന്തോഷം അച്ഛൻ ഈ തിരക്കിനിടയിൽ ഓടി വന്നതിന് ഒത്തിരി സന്തോഷം. എനിക്കൊരു അവസരം തന്നതിന് അതിനേക്കാൾ സന്തോഷം. ഓക്കെ, ശരണ്യമോളെ കണ്ടിന്യൂ. ഒത്തിരി തിരക്കിനിടയിലും അച്ഛൻ നമ്മെ ആശീർവദിക്കാനായി വന്നു. അച്ഛന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ദൈവ വിളിക്കുള്ള പ്രത്യുത്തരമാണ് വിശ്വാസ പ്രത്യുത്തരം. ഈ വിശ്വാസ പ്രത്യുത്തരത്തിലൂടെ നമ്മിൽ യേശുക്രിസ്തുവിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. നമുക്കും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കാം. ഇത്രയും സമയം പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ത്രിയേക ദൈവത്തിന് 1000 സ്തുതികളും ആരാധനയും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. നമുക്കും കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന് അവകാശികളായി തീരാം. ഇനി ഒരു നന്ദിയുടെ ഗാനത്തോടു കൂടി ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. നന്ദിയുടെ ഗാനം ആലപിക്കുന്നതിനായി ജോമിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും
നീ ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്ത